നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ വലിയ വിവാദപരമായ ഒരു വാർത്തയാണ് ഈ വീട്ടിലെ പ്രസവവും ആ പ്രസവത്തെ തുടർന്നുണ്ടായ ഒരു യുവതിയുടെ മരണം. അതോടൊപ്പമാണ് ഈ വിഷയം ചർച്ചയിലേക്ക് വന്നത്. അപ്പോഴാണ് വീട്ടിൽ ആശുപത്രിയുടെ ഒന്നും സഹായമില്ലാതെ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകൾ, അങ്ങനെ വീട്ടിൽ വേണം പശുവും ആടും ഒക്കെ പ്രസവിക്കുന്നത് വീട്ടിലല്ലേ, ആന ആശുപത്രിയിലാണോ പ്രസവിക്കുന്നത്, പിന്നെ മനുഷ്യൻ എന്തിനാണ് ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ചില മത പണ്ഡിതന്മാർ എന്ന് വിളിക്കാൻ കഴിയില്ല, അവരൊക്കെ മതത്തിൻ്റെ നിർണായകമായ സ്വാധീനമുള്ള ചില ആളുകളൊക്കെയാണ്, അവരെയൊക്കെ പണ്ഡിതരെന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ വിളിക്കാൻ കഴിയില്ലെങ്കിലും അവരുടെയൊക്കെ സ്വാധീനത്തിൽ പെട്ട് വിദ്യാസമ്പന്നരായ ആളുകളടക്കം പെൺകുട്ടികളടക്കം ഇത്തരം ഒരു വലിയ റിസ്കിലേക്ക് ഈ പുതിയ കാലത്ത് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ആശുപത്രിയിൽ പോയാലും മരിക്കുന്നില്ലേ, അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെയുള്ള ഒരു തരത്തിലും ലോജിക്കില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചിലർ ഉന്നയിക്കുന്നു. അതിനു വേണ്ടി പരസ്യമായി വാദിക്കാൻ ആളുകളൊക്കെ വരുന്നു. ഇത്രയും രൂക്ഷമായ ഒരു വിഷയം ആധുനിക ലോകത്ത് എല്ലാ മനുഷ്യരും തിരിച്ചറിയാം, ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത്, ഇത് ജീവൻ വെച്ചുള്ള കളിയാണെന്നൊക്കെ അറിയാം. എന്നിട്ട് പോലും ഇത് ചെയ്യുന്ന ആളുകൾക്കെതിരെ പ്രതികരിക്കാനായി നമ്മൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ സമീപിക്കുമ്പോൾ കോൺഗ്രസിന് ആ വിഷയത്തിൽ പ്രതികരണമില്ല. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, അതുകൊണ്ട് തൽക്കാലം ഇല്ല എന്നുള്ള മട്ടിൽ കോൺഗ്രസ് നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നു. ലീഗ് ആണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് കോൺഗ്രസും ലീഗും ഒക്കെ പറയുന്നു. പക്ഷേ അവർ ഇതിനെതിരെ ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ തയ്യാറേ അല്ല. ഇടതുപക്ഷത്തോട് ചോദിക്കുമ്പോൾ CPM അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ കുറ്റക്കാരായ ആളുകളുടെ ഒന്നും പേര് പറയാനോ അല്ലെങ്കിൽ ആ സംഘടനകൾ മതത്തിൻ്റെ ചില ആളുകളൊക്കെ നിൽക്കുമ്പോൾ അവരുടെ പേര് പറയാൻ അവർക്ക് പോലും ചെറിയ തരത്തിൽ മടിയുണ്ടാവുന്നു. BJP പരസ്യമായി ആ തരത്തിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നു. സ്വാഭാവികമായും BJP പ്രതികരിച്ചപ്പോൾ ആ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു മറ്റു പാർട്ടികൾക്കില്ലാത്തൊരു പ്രത്യേകത കൊണ്ടാണ് പ്രതികരിച്ചതെന്നൊന്നുമല്ല. ഈ വിഷയത്തിൽ പ്രധാനമായും കുറ്റാരോപിതരായി നിൽക്കുന്നത് മുസ്ലിം മത പണ്ഡിതരും അല്ലെങ്കിൽ ഉസ്താദുമാരും ഒക്കെ ആണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും BJPക്ക് ആ വിഷയത്തിൽ താല്പര്യം കാണും. അതിനപ്പുറത്തേക്ക് അതിനെ ഒരു ഏതെങ്കിലും ഒരു മറ്റെല്ലാ വിഷയങ്ങളിലും അങ്ങനെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയായി BJPയുടെ പ്രതികരണത്തെയും കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ചില മത നേതാക്കൾ പിണങ്ങും, അല്ലെങ്കിൽ ചില മതവുമായി ബന്ധപ്പെട്ട ചിലർ പിണങ്ങും എന്നൊക്കെ വിട്ട്, അല്ലെങ്കിൽ യാഥാസ്ഥിക ബോധമുള്ള ചിലരൊക്കെ പിണങ്ങുമെന്ന് കരുതി പ്രതികരിക്കാൻ മടിക്കുന്നത്? ഈ പാർട്ടികളുടെ നേതാക്കളെല്ലാം ആലോചിക്കേണ്ട ഒന്നുണ്ട്. നിങ്ങളുടെ എല്ലാം മുൻ തലമുറക്കാർ, ഈ പാർട്ടി വളർത്തിയ മഹാന്മാരായ നേതാക്കൾ ഇത്തരം ഏതു മതത്തിൻ്റെ ആയാലും, അത് ഹിന്ദു മതത്തിൻ്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ മതത്തിൻ്റെ ആയിക്കോട്ടെ, മുസ്ലിം മതത്തിൻ്റെ ആയിക്കോട്ടെ, ഇത്തരം അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായി ശബ്ദിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്ത പാർട്ടിക്കാരുടെ പിന്മുറക്കാരായ ഇന്നത്തെ നേതാക്കളാണ് ഈ ചെറിയ ചില നേതാക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ മത ആളുകളെ കാണുമ്പോൾ മുട്ടിടിച്ചു നിൽക്കുന്നത്. ഇങ്ങനെ പ്രതികരിക്കാൻ ഭയന്ന് നിൽക്കുന്ന, പേടിച്ചു നിൽക്കുന്ന ആളുകളായി മാറേണ്ടവരാണോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഈ വീട്ടിലെ പ്രസവത്തിനെതിരായ നിലപാട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള. അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതമോ ഒന്നും അനുകൂലിക്കുന്നില്ല. പക്ഷേ അത്തരം ചില ഇവർക്കെതിരെ ഈ നടത്തുന്ന ആളുകൾക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കൊക്കെ ഒരു മടിയാണ്. ഇനി അവർക്കെതിരെ പ്രതികരിച്ചാൽ ഞങ്ങളുടെ വോട്ട് പോകുമോ എന്നതായിരിക്കും സ്വാഭാവികമായും അവരുടെ ഭയം. അങ്ങനെ മടിച്ചു മാറി നിൽക്കേണ്ടവരാണോ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ? ഇറാൻ സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. എന്താ സാർ ഈ പറയുന്നത്? എന്തൊക്കെ വിഷയം സംസാരിക്കാനുണ്ട്? മലപ്പുറത്തെ പറ്റി ആരെങ്കിലും ഒരു വിഷയം പറയുമോ? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയാ കല്ലുള്ളിയത്? താങ്കൾ എന്താ പറഞ്ഞത്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കലിതുള്ളേണ്ട വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ഒരു ബോധത്തിന് പറയേണ്ട കാര്യത്തിന് അപ്പുറമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സ്വാഭാവികമായും ആളുകൾക്കെതിരെ വികാരമുണ്ടാവും, ആളുകൾ സംസാരിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രതികരിക്കില്ല എന്ന് വീട്ടിലെ പ്രസവത്തിന് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി വീട്ടിലെ പ്രസവത്തിൽ പ്രതികരിച്ചത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് അറിയാമല്ലോ. എല്ലാ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെയുള്ള പോരാട്ടത്തിൽ എന്തുകൊണ്ട് സാറ് പറ. എനിക്കും താങ്കൾക്കും അറിയാമല്ലോ. എന്തായാലും അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ത്യയിലും കേരളത്തിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ ഉള്ള സ്റ്റാൻഡ് എന്താണെന്നായിരിക്കും നിങ്ങൾക്കും എല്ലാം എത്രയോ തവണ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതുകൊണ്ട് പ്രതികരിച്ചു എന്നതുകൊണ്ട് ഭയമില്ല എന്ന് പറയണ്ട. താങ്കൾ അനുകൂലിക്കുന്ന പാർട്ടിയല്ലേ? കേട്ടില്ല. അതും കൂടി താങ്കൾ പറയണോ? ആരാണ്? അല്ല, താങ്കൾ മഹാരാഷ്ട്രയിലും കാര്യങ്ങളിലും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കാണാൻ ജനങ്ങൾ സ്വീകരിച്ചില്ല. കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ച രണ്ട് പ്രധാനപ്പെട്ട മുന്നണിയിലെ പാർട്ടികൾ ആരും ഈ വിഷയത്തിൽ സംഘടിക്കും സാർ. സംഘടിത വോട്ട് ബാങ്കാണ്. അതാണ് ഞങ്ങൾ മുമ്പേ പറയുന്നത്. സംഘടിത വോട്ട് ബാങ്കിനെയും ന്യൂനപക്ഷത്തിൽ സംഘടിത വോട്ട് ബാങ്കിനെയും ഭയപ്പെടുന്നു. അപ്പൊ ഇതേ ഭയപ്പാട് തന്നെയാണോ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ
ഈ അനാചാരങ്ങൾക്കെതിരെയുള്ള ബില്ല് കൊണ്ടുവരുമ്പോഴും അത്തരം വിഷയങ്ങളിലൊക്കെ BJPക്കും ഉള്ളത്? ഏതാ അനാചാരത്തിന് ബില്ല് കൊണ്ടുവന്ന സാറെന്ന് പറഞ്ഞ? മഹാരാഷ്ട്രയിൽ ഉണ്ടായ സംഭവവും കർണാടകയിൽ ഉണ്ടായ സംഭവങ്ങളും ഒന്നും താങ്കൾക്ക് അറിയില്ലെന്നുണ്ടോ? മഹാരാഷ്ട്രയിലും കർണാടകയിൽ ഇരു കൈ നീട്ടി ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുന്നല്ലേ സാറിന്റെ എന്നാലും താങ്കൾക്ക് സാറിന്റെ ആ വാക്കിന് പ്രസക്തി ഉണ്ടോ? പഞ്ചാര കൽബുർഗി എന്നുള്ള ചില പേരുകളെങ്കിലും അതൊക്കെ വെറും പ്രചരണങ്ങൾ മാത്രം, ആരോപണങ്ങൾ മാത്രം. തെളിയിച്ചിട്ടുണ്ടോ? ശരി, ഓക്കെ. തെളിയിച്ചിട്ടുണ്ടോ? പശുവിന്റെ പേരിൽ അടിച്ചു കൊന്നു ഇന്ത്യയിൽ എവിടെയാണ് തെളിയിച്ചിട്ടുണ്ടോ? അനാചാരങ്ങൾക്കെതിരെ താങ്കൾ പറയുന്നു, അനാചാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കഴിയുള്ള പാർട്ടിയാണെന്ന് പറയുന്നത് താങ്കളുടെ അഭിപ്രായം അങ്ങനെ? പശുവിന്റെ പേരിൽ അടിച്ചു കൊന്നു ഏതൊക്കെ ഒരു കേസ് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ശരി, ഗാന്ധിജിയെ കൊന്നത് RSS ആണെന്ന് പറയുന്നുണ്ട്. സാറിന് ആർജവത്തോട് പറയാനാവോ? എവിടെയാണ് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഗാന്ധിയെ കൊന്നതാരാണ്? ഇല്ല സാർ, അങ്ങനെ അങ്ങ് പറഞ്ഞു. ബാലകൃഷ്ണൻ, ഗാന്ധിയെ കൊന്നതാരാണെന്നും ഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ ആശയം എന്തായിരുന്നു എന്നൊക്കെ ഇന്ത്യക്കാർക്കും ലോകത്തിനും അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, അതെല്ലാം അറിയാവുന്ന കാര്യമാണ്. അത് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ശ്രീ ബാലകൃഷ്ണൻ. ശരി, ഇത് ബാലകൃഷ്ണന്റെ ആർജവം ബാലകൃഷ്ണന്റെ കയ്യിൽ ഇരിക്കട്ടെ. എന്തായാലും ശരി, ബാലകൃഷ്ണൻ വെല്ലുവിളിയൊക്കെ ഇരുന്നോട്ടെ. ശ്രീ ബാലകൃഷ്ണൻ, എനിക്കും താങ്കൾക്കും ലോകത്തിനും സത്യത്തെ കുറിച്ച് അറിയാം. അതിന് ആ വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. താങ്കൾ ഈ പ്രസവത്തിന്റെ വിഷയത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പറയൂ. ആ വിഷയം ചർച്ച ചെയ്യാനെടുക്കുകയാണെങ്കിൽ നമുക്ക് അന്നേരം സംസാരിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടി ശബ്ദിക്കാനാവില്ല, ചങ്കടിക്കും അവർക്ക്. ശരി, ഓക്കെ. വോട്ട് പോയാണ് അവിടെ ഉള്ളത്. ശരി, ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, ഇത്തരമൊരു വിഷയത്തിൽ അനാചാരങ്ങൾ ഉണ്ടായെങ്കിൽ അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളിലേക്ക് മുൻ തലമുറക്കാരായ നേതാക്കൾ. അത് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അവർക്കെതിരെയൊക്കെ ആളുകൾ വാളെടുത്ത് വന്നേനെ. അത്തരം വലിയ വിവാദം ഇപ്പോഴത്തെ കാലത്ത് വിവാദമാകേണ്ട അന്നത്തെ കാലത്ത് പുരോഗമനപരമായ പ്രസ്താവനകൾ നടത്തുകയും സമരങ്ങളൊക്കെ നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ എന്താണ് അങ്ങനെ ഒരു ഭയം? ഞാൻ പറയുന്നത് തീർത്ത് കേട്ടിട്ട് പ്രതികരിച്ചു. എന്റെ ഇടയ്ക്കേറി പറയരുത് കേട്ടോ. ഇടയ്ക്കേറി പറയേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ പറയില്ല. അതല്ല ഞാൻ പറഞ്ഞത്. കേട്ടിട്ട് എന്നോട് എന്ത് വേണേലും പറയാം, പക്ഷെ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലേ, ഇടയ്ക്ക് കയറി പറയേണ്ട കാര്യങ്ങൾ ഇടയ്ക്ക് ഞാൻ ഇടപെടേണ്ട കാര്യമാണെങ്കിൽ ഇടപെടും, ഇല്ലെങ്കിൽ ഇടപെടില്ല. ഇല്ല, ബാലകൃഷ്ണൻ എപ്പോഴും തർക്കിക്കാൻ പറ്റില്ല. എനിക്ക് വയ്യാതിരിക്കാൻ ഞാൻ അതുകൊണ്ട് പറഞ്ഞു. സൗണ്ട് ക്ലിയർ അല്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയുള്ള ചർച്ചകളിൽ പലപ്പോഴും നമ്മൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്റെ നാട്ടിൽ ഇത് കൊടിയും പിടിച്ച് ഞാൻ ചെറുപ്പത്തിൽ നടന്ന എന്റെ സമുദായത്തിൽ അധികം പേരും ഇല്ലായിരുന്നു. നായർ സമുദായമാണ്. അപ്പൊ അക്കാലത്ത് ഞാൻ കഴിയിട്ടിട്ടുള്ള ആളാണ് ഈ കൊടിയും പിടിച്ച് നടന്നിട്ട്. പക്ഷെ ഇന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. കാരണം വേറെ ഏത് പാർട്ടിക്ക് എന്തും പറയാം, ഏത് വർഗീയതയും കൂട്ടുപിടിക്കാം, എന്തും ചെയ്യാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം പാർട്ടി സെക്രട്ടറി നടത്തേണ്ടതായിരുന്നു. അത് നടത്താത്തത് വോട്ടിനെ പിന്നെ പേടിച്ച് മാത്രമാണ്. കാരണം 10 വോട്ട് കുറഞ്ഞു പോകുമ്പോൾ അതിവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും തുല്യരായിട്ട് ഇവരും മാറി. ആ സങ്കടം ആണ് പറഞ്ഞത്. ഞാൻ തൽക്കാലം നിർത്തുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ ഗൗരവമുള്ള അഭിപ്രായമായി തന്നെ പരിഗണിക്കുന്നു. മറ്റു പാർട്ടികളെക്കാൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ചരിത്രപരമായ കാര്യങ്ങളുമൊക്കെ ഉള്ള പാർട്ടി തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാഗത്തു നിന്ന് അത്തരം പ്രതികരണങ്ങൾ ആളുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം തോന്നേണ്ട കാര്യമുള്ള നല്ല വിഷയമല്ല ശ്രീ ശശിധരൻ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, ഈ ആധുനിക കാലത്തും വീട്ടിലൊക്കെ പ്രസവിക്കണം, നിങ്ങൾക്ക് ആശുപത്രിയിലൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്ന പക്കാ പ്രാകൃതമായ ചിന്താഗതിയുമായി നിൽക്കുന്ന ആളുകളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊക്കെ ഒരു ഭയമുണ്ട്. എന്തായിരിക്കും കാരണം? നമസ്കാരം സർ. നമസ്കാരം. ഈ ബാലകൃഷ്ണൻ എന്തിനാ ഈ കിരൺ സാറെ പേരടി പാഞ്ഞായിരുന്നു ഞാൻ ചോദിക്കുന്നത്? ബാലകൃഷ്ണൻ അദ്ദേഹം സ്ഥിരമായി ഒരേ അഭിപ്രായം പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാലും വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ അഭിപ്രായത്തിൽ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ ഇടപെടണം. കാരണം ചില ആൾക്കാർ നിങ്ങൾ എന്റെ ഇടയിൽ കയറരുത്. കാരണം എനിക്കിഷ്ടമാണ് നിങ്ങൾ ഇടയ്ക്ക് സംസാരിച്ചാൽ നമുക്ക് ആ വിഷയം ഇതൊക്കെ ചർച്ച ചെയ്ത് കൊണ്ടുണ്ടാവും. അങ്ങനെ ഇടപെടുന്ന ചില കാര്യങ്ങളൊക്കെ തെറ്റായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലർ ആ തെറ്റായ കാര്യം പറഞ്ഞിട്ട് ആ ഭാഗം മാത്രം മുറിച്ചെടുത്തിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അത് പല രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇതിനൊക്കെ മുറിച്ചെടുത്തിടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ അത് തെറ്റായ ഒരു സന്ദേശം നൽകും. അതുകൊണ്ടാണ് നമ്മൾ ഇടപെടുന്നത്. അതാണ് വേണ്ടത്. അത് എന്റെ അഭിപ്രായത്തില് ഈ പഴയ കാലൊക്കെ പിന്നെ ഈ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പാണ് വീട്ടിലെ പ്രസവം. ഇപ്പൊ കാലം മാറി അനുസരിച്ച് കോലം കെട്ടണമെന്നാ പണ്ടൊക്കെ പല ആൾക്കാർ പറയല്. അപ്പോ ഇപ്പോഴത്തെ പോലെയല്ല പണ്ടത്തെ പ്രസവമൊന്നും. അപ്പോ അതുകൊണ്ട് നിർബന്ധമായി വീടുകളിലേക്കോട്ടും ആശുപത്രി പോകേണ്ടതാണ്. അത് പുതിയ അതിന് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പണ്ഡിതന്മാരും പറയേണ്ടതാണെന്ന് എന്റെ അഭിപ്രായം. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്.
നമുക്ക് മറ്റ് പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ താങ്കൾ കോൺഗ്രസ്സുകാരനാണെന്ന് നേരെ താങ്കൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്കടക്കം എന്താണ് ഈ ഇത്തരം ഒരു അനാചാരമാണെന്നറിയാം, തെറ്റാണെന്നറിയാം, പക്ഷെ അവിടെയൊക്കെ പ്രതികരിക്കാൻ ഒരു ധൈര്യം നേതാക്കളാരും കാണിക്കാത്തത്? നമസ്കാരം കിരണേ. നമസ്കാരം. അതായത് കേരളത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് സംസ്ഥാനമുണ്ട്, ഒന്ന് തമിഴ്നാട്, ഒന്ന് കർണാടക. ഈ രണ്ട് സംസ്ഥാനത്തും ഈ കേരളത്തിലേ ഉള്ളു ഏകദേശം ഈ ഒരു മത അടിസ്ഥാനത്തിൽ വോട്ടിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലകൊള്ളുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടികൾ പോലും ഒരു തെറ്റൊരു മതം കാണിച്ചാൽ ആ മതത്തെ എതിർത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയത്തില്ല. അതാണ് നമുക്ക് വച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം. കാരണം പറഞ്ഞു പോയാൽ ഭരണം കിട്ടത്തില്ല. അതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതേപ്പറ്റി സംസാരിക്കുന്ന ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയൊക്കെ വലിയ സമരങ്ങൾ, അന്നത്തെ കാലത്തെ ആചാരങ്ങൾ എന്ന് പറഞ്ഞതിന് വേണ്ടി വലിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പാർട്ടികളാണ് നേതാക്കളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴത്തെ. അവരാണ് ഇതിനൊക്കെ ഇപ്പൊ ഇത്ര ഭയന്ന് നിൽക്കുന്നതെന്ന് കൂടി ആലോചിക്കണം. ഇതിനെ അതൊക്കെ നമ്മൾ ഈ മൂന്ന് സംസ്ഥാനം ഒഴികെ മറ്റോ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അടിമത്വമാണ് നടക്കുന്നത്, അടിച്ചമർത്തുകയാണ്. നമ്മളിത് ദിനം പ്രതി ഇത് ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളല്ലേ. എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു ഈ മൂന്ന് സംസ്ഥാനത്ത്, എന്ത് നടക്കുന്നു? ഒന്നും നടക്കുന്നില്ല. ആ കണ്ടിട്ട് നോക്കിയാല അവിടെ എല്ലാം അടിമത്വമാണ് നടക്കുന്നത്. ഇവിടെ അടിമത്വത്തിന് പകരം ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഇതില്ല. വേണ്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് ദോഷം ചെയ്യും. ഏത് പാർട്ടിയായിരുന്നാലും ഇവിടെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത്. ശരി, ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ നേതാക്കൾക്കൊക്കെ ഒരു തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജവം വേണ്ടേ? അവിടെ ഇങ്ങനെ വോട്ട് ബാങ്കിനെയൊക്കെ ഭയപ്പെടേണ്ടത്, ഇവരിങ്ങനെ ഭയപ്പെടുന്നത് പോലെ ഇങ്ങനെ ഈ തെറ്റായ മാർഗങ്ങളൊക്കെ പറയുന്ന ആളുകൾക്കെതിരെ പറഞ്ഞാൽ ആ സമുദായം വോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? നമസ്കാരം സാർ. നമസ്കാരം. ഇതിൽ രാഷ്ട്രീയക്കാർ ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് 2 വോട്ട് നഷ്ടപ്പെടും എന്നുള്ള ചിന്തയിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു രാഷ്ട്രീയക്കാരും ഇടപെടില്ല. പിന്നെ നഷ്ടപ്പെട്ടത് ആ വീട്ടിലെ കുടുംബക്കാർക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു കേസ് മാത്രമല്ല ശ്രീ സന്തോഷ്, ഇത് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകൾ നൽകിയിരുന്നു. ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്ന പെൺകുട്ടികളെ ആദരിക്കുക, വിളിച്ച് ജീവൻ കൊലയ്ക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു വന്നു എന്നുള്ള മട്ടിലായിരിക്കണം അവരൊക്കെ ആദരിക്കുക. എന്നിട്ട് ചിലർ പറയുക ആനെ പ്രസവിക്കുന്നത് ആശുപത്രിയിലാണ്, അതുകൊണ്ട് മനുഷ്യരും ആശുപത്രിയിൽ പ്രസവിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില മത നേതാക്കളൊക്കെ. അപ്പൊ ഈ മത നേതാക്കളെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്റെ ഭാഷ പറഞ്ഞാൽ നല്ല ചാട്ടയ്ക്ക് അടിയുടെ കുറവാണ്. അടി ഇത് കേരളമാണ്. കഴിയില്ലല്ലോ. ഇതിന് അടിയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ചുമ്മാ നമ്മുടെ നിയമമേ ശരിയല്ല. എത്ര കേസുകളാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിത് കണ്ട് മടുക്കുകയാണ്. ഇത് കേരളം എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്, ലജ്ജ. ഓരോ ദിവസവും ഇന്നൊരു 6 വയസ്സുള്ള കുട്ടീനെ കൊന്നു ഒരുത്തൻ തലക്കടിച്ച്. എന്താണ് ഇങ്ങനെ? എനിക്കിത് കാണുമ്പോൾ വല്ലാത്ത ഒരു സങ്കടം, വിഷമമാണ് ഈ വാർത്ത കാണുന്നത്. അപ്പൊ ശിക്ഷ പോരെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ബിനീഷ് ആണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ബിനീഷ്, നമ്മുടെ നേതാക്കൾക്ക് ഇത്ര പേടിയാണോ? ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട് ബിനീഷ്, പറഞ്ഞോളൂ. നമ്മളിപ്പോ ഈ ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ ഭയങ്കര എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് പരാജയപ്പെട്ടു പോയി കേരളം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്, ചില കാര്യത്തിലൊക്കെ അങ്ങനെ ടോട്ടൽ പരാജയപ്പെട്ടു പോയി എന്നുള്ള മറ്റുള്ളവരെക്കാളൊക്കെ നമ്മൾ മെച്ചമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ആയാലും ഇത്ര ഒരു കുഴപ്പം വന്നാൽ ആ കുഴപ്പത്തിനെതിരെ ശബ്ദിക്കാനുള്ള ഒരു ആർജവം നേതാക്കൾ കാണിക്കേണ്ടതാണ്. നമ്മുടെ മുൻകാല നേതാക്കളൊക്കെ അങ്ങനെ ആർജവം കാണിക്കുക മാത്രമല്ല, അവർ പരസ്യമായി രംഗത്തിറങ്ങി സമരം ചെയ്യുകയും ഒക്കെ ചെയ്തവരുടെ പിന്മുറക്കാരാണ്, ആ പാർട്ടികളിലൊക്കെ പെട്ടവരാണ് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ നമ്മുടെ പഴയ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം പിന്മുറയിലുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കുന്നത്? നാട്ടിലെ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പെറ്റി കേസ് വരുന്നാൽ പോലും കോടതി ഇടപെടേണ്ട കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒതുക്കി കളയുന്ന കേസുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്രയ്ക്ക് അതപ്പതിച്ചു പോയി നമ്മുടെ കേരളം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലനാണ്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ നേതാക്കൾക്ക് ഈ അത്ര ഭയമാണോ ഈ വിഷയത്തിൽ പോലും ഒന്ന് പ്രതികരിക്കാൻ?
അല്ലേ ഞാൻ ഇന്നലെ തുടങ്ങിയോടത്തുനിന്ന് വെച്ച് തുടങ്ങാം. ശരി, പറഞ്ഞു. ഞാൻ ഇന്നലെ ഈ വിഷയം സംസാരിക്കാൻ വന്നപ്പോ മനു എന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാനൊന്ന് ആവർത്തിക്കാന്ന് വെച്ചുള്ളൂ. അങ്ങനൊന്നും ഇല്ല. അല്ല, അങ്ങനെ ഉണ്ടാവില്ല. വിഷയത്തിൽ ഇപ്പൊ ലേഡീസ് ഓൺലി അല്ല, ചില വിഷയങ്ങൾ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ നമ്മളത് ചില ദിവസങ്ങളിൽ ഇന്നലെ ഇങ്ങനെ ഒരു വിഷയം എടുത്തപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നമ്മുടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചെറിയ വിഷയം ശ്രീ ബാലനും പ്രേക്ഷകരും മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പറഞ്ഞോട്ടെ, അതിന്റെ വിശദീകരണം പറഞ്ഞോട്ടെ. ഞാൻ പറയട്ടെ, നമ്മുടെ പൊതുവേദിയെ സംബന്ധിച്ച് പലപ്പോഴും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ പരാതി, സ്ഥിരമായി വിളിക്കുന്നവർക്കല്ലാതെ കുറെ ആളുകൾക്ക് ഞങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും ഓരോരോ ആളുകളുടെയിലേക്ക് നിങ്ങൾക്ക് സമയം തരാം, ഓരോരോ വിഭാഗങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ കൂടി അവസരം കിട്ടും. അതിനുവേണ്ടി ചെയ്യുന്നതാണ്. താങ്കൾ പറഞ്ഞോളൂ. കേരളത്തിലെ വേണമെങ്കിൽ ഒരു സൊമാലിയ എന്ന് വേണമെങ്കിൽ പറയാം പാലക്കാട്. സൊമാലിയ ഞാൻ വെറുതെ പറഞ്ഞല്ല, നമ്മുടെ മധുവിനൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ അത്ര കടുപ്പത്തിൽ പറയേണ്ട കാര്യമുണ്ടോ? കേരളത്തിൽ അങ്ങനെ ഒരു മധുവിനെ വെച്ചിട്ട് കേരളത്തിൽ പട്ടിണിയാണെന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു നാടാണോ? കേരളത്തിൽ എത്ര പിന്നോക്കം നിൽക്കുന്ന ഒരു പാലക്കാട് പോലും 3 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ചുമറ്റ ഒരു ഗർഭിണീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവര് പോലും ഒരു പ്രസവത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഈ 4ാമത്തെ 5ാമത്തെയും പ്രസവമൊക്കെ വീട്ടിൽ വെച്ച് എടുക്കുന്നത്. ഇതിന് മതപരമായ ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്തുണ്ട്. അത് കമ്മ്യൂണിറ്റി രാഷ്ട്രീയത്തിനൊന്നും കൂട്ടില്ല. അതിന് ശക്തമായ ബോധവൽക്കരണം എന്നല്ല, ശക്തമായ അത് വേണം ശ്രീ ബാലൻ. നമ്മുടെ ചോദ്യം അതല്ല. ഇത്തരം ഒരു വിഷയം വരുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് തെറ്റാണ്, ചെയ്യരുത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ തള്ളിപ്പറയാനുള്ള ഒരു ആർജവം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കാണിക്കേണ്ടത്. അതിനെന്തിനാണ് ഇവർ ഭയക്കുന്നത്? കാണിക്കാത്തത് വോട്ട് ബാങ്ക് തന്നെ, വേറൊന്നുമല്ല. വേണമെങ്കിൽ എന്താ നിലമ്പൂർ ബൈ ഇലക്ഷൻ വരുന്നുണ്ട്, അതായിരിക്കാം. ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ, നിലമ്പൂരിൽ നിൽക്കുന്ന ജനങ്ങളിൽ എന്തായാലും മഹാഭൂരിപക്ഷം പേരും ആശുപത്രിയിൽ തന്നെ പോയി പ്രസവിക്കണമെന്ന് വാദിക്കുന്നവരും അവരാരും അവരുടെ ഭാര്യമാരെയോ മക്കളെയോ ഒന്നും, അല്ലെങ്കിൽ വീട്ടിൽ അവരുടെ ആരെങ്കിലും ഒരാൾ സ്ത്രീയോ തയ്യാറാവില്ലല്ലോ. അങ്ങനെ വീട്ടിൽ പ്രസവിക്കാൻ തയ്യാറാവുന്നവരല്ലല്ലോ മഹാഭൂരിപക്ഷം ഉള്ളത്. എന്നിട്ട് പോലും ചെറു ന്യൂനപക്ഷം ആളുകളെ ഇങ്ങനെ ഭയക്കണം. ഒരു വിഷയത്തെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് അഡ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കമ്മ്യൂണിറ്റി മൊത്തം എതിരാകുന്ന ഒരു തോന്നൽ ചിലപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് വരുന്നുണ്ടായിരിക്കും. ശരി, ശ്രീ ബാലൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അത്രത്തോളം ഭയപ്പെടുന്നവരല്ല യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയായാലും നമ്മളെ നയിക്കേണ്ടവർക്ക് ആർജവമൊക്കെ വേണം. വിമോചന സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അവർ പോലും മാസം ഒരു പ്രഗ്നന്റ് ആയ വീട്ടിലെ ആ സ്ത്രീകളെ പോയിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെന്ററിൽ പോകണമെന്നോ അവരെ പ്രഷർ നോക്കാനോ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു പോകുന്ന ഒരു അവസരത്തിലാണ് ഈ 4ാമത്തെ 5ാമത്തെ വീട്ടിൽ നിന്ന് ആലോചിക്കുന്നത്. അവിടെയാണ് എന്റെ വിഷയം. ശരി, ഓക്കെ. എന്നാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, ഈ നമ്മുടെ നേതാക്കളൊക്കെ ഇത്ര പേടിത്തൊണ്ടന്മാരെന്നൊക്കെ പറയേണ്ടി വരും, അത്തരം ആളുകളാണോ? ഞാൻ ഇന്നലെ പറയാൻ പറഞ്ഞ ബന്ധവും സാർ പറയാൻ തന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ. എന്റെ ഒരു വകയിലൊരു പെങ്ങളുടെ മകള് സൗദി അറേബ്യയിലെ ജദ്ദയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവള് പറഞ്ഞത് ജദ്ദ എന്ന് പറയുന്നത് അറിയാമല്ലോ, മക്ക മദീന നിൽക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഹോസ്പിറ്റലിൽ ആദ്യത്തെ മാസം തന്നെ അവരെല്ലാം ചെല്ലുന്നുണ്ട്, ശുശ്രൂഷ എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പം പഴയ പോലെ ഭക്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ട് മക്ക മദീന ഇപ്പം മലപ്പുറത്ത് കൊണ്ടുവച്ചാൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ലീഗും എല്ലാം സപ്പോർട്ട് ചെയ്യും. അവിടെ വലിയ ഭക്തിയൊന്നുമില്ല. ഇപ്പൊ ഇവിടെ കൊണ്ടുവച്ചാൽ കൂടുതൽ ആൾക്കാർ വരും. ഇപ്പൊ നമ്മുടെ നാട്ടുകാരെല്ലാം ഇപ്പം പഴയ 6ാം നൂറ്റാണ്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാവരും കാണും സാറേ. ഒന്നും പഠിക്കണ്ട, BJP മാത്രം മാറി നിൽക്കുന്നു. BJP ഇക്കാര്യത്തിൽ മാത്രമേ ഉള്ളൂ മാറി നിൽക്കുന്നത്. അക്കാര്യത്തിൽ മാറി നിൽക്കുന്നത് അവരുടെ രാഷ്ട്രീയമായ അജണ്ട, അല്ലാതെ അത് പുരോഗമന നിലപാട് കൊണ്ടൊന്നും അല്ലല്ലോ. അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ വേണ്ടാത്ത വിശ്വാസം വീണ്ടും കൂടി വരിക. അതെ, അത് താങ്കൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. അത്തരം അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. നിർമാല്യം പോലെ സിനിമയൊക്കെ ഇപ്പോൾ എടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പോലും ഉന്നയിക്കേണ്ട ഘട്ടം കൂടിയാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. ഇതിനകത്ത് പറയാനുള്ളത് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെ. ഇടതുപക്ഷവും വലതുപക്ഷവും അവർക്കെതിരെ ഒന്നും സംസാരിക്കാന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കളോടുള്ള കാര്യങ്ങളെ ഇടപെടുന്നില്ല. കാരണം വെച്ചാൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒറ്റക്കെട്ടായിട്ട് നിൽക്കാന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരു പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്കറിയാം, അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനാ. ബാക്കിയുള്ള പിന്നെ ആര് പറഞ്ഞു? ഞങ്ങളുടെ ഇതിൽ എഴുതിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നിർത്താൻ സമ്മതിക്കാല. പുള്ളി പല പ്രാവശ്യം ആലോചിച്ച്
ശ്രീ രവീന്ദ്രൻ, ഈ ശ്രീനാരായണ ഗുരുവിനെ താങ്കൾ ഈ ഹിന്ദുവായിട്ടൊന്നും ബന്ധപ്പെടുത്തരുത്. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു മനുഷ്യന്റെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെ ഈ പച്ച കള്ളമൊക്കെ വിളിച്ചു പറയരുത്. അത് ശരിയല്ല കേട്ടോ, മോശം. എന്റെ സാറേ, ഞങ്ങൾക്ക് ഹൈന്ദവർക്ക് ഉന്നതിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇറങ്ങി തിരിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ഹൈന്ദവരുടെ ഉന്നമന, മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച മനുഷ്യനാണ്. പുള്ളിയാ ഞങ്ങൾക്ക് SDP എല്ലാം ഉണ്ടാക്കി തന്നതും പുള്ളി ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു ശില വരെ സാധിച്ചു തന്ന ആളാണ്. പിന്നെ അല്ലെന്ന് സാറ് പറഞ്ഞത് അല്ല, അല്ലെന്നല്ല പറഞ്ഞത്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ സംഭാവന അതല്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെയൊക്കെ തെറ്റായി താങ്കൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറഞ്ഞത്. തെറ്റായിട്ടല്ല, പുള്ളി ഒരു കാരണവശാലും ഒന്നിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ശ്രീനാരായണ ഗുരു അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ എവിടെയും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട വ്യക്തിയല്ല. ശ്രീനാരായണ ഗുരു മനുഷ്യന് വേണ്ടി പറഞ്ഞാൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞാണ്. അതിന് ഏതെങ്കിലും ഒരു ജാതിയുടെ മതത്തിന്റെ ഒന്നും കൂട്ടിക്കൊണ്ട് കെട്ടാം എന്നുള്ളത് താങ്കളുടെ അത് ശരിയല്ല എന്നാണ് താങ്കൾ ഇതിൽ അഭിപ്രായം പറയും. അല്ല, അതല്ല പറഞ്ഞ അപ്പൊ അതാ പറയട്ടെ, ശ്രീനാരായണ ഗുരു ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്, ഹിന്ദുവാണ്. ഇത് അങ്ങ് പറഞ്ഞു വരുന്നത്. അതെ, മനുഷ്യനാണ്. അപ്പൊ മനുഷ്യനാണ്. അപ്പൊ നമ്മൾ രണ്ടും മനുഷ്യരല്ല, നമ്മൾ രണ്ടും മൃഗങ്ങളാണ്. പുള്ളി മാത്രമേ ഉള്ളൂ മനുഷ്യനാണ്. അങ്ങനെയല്ല പറഞ്ഞത്. മനുഷ്യനെ പോലെ ചിന്തിക്കുന്നവരും അദ്ദേഹം അതിന്റെ കൃതി കൃത്യമായി വായിച്ചാൽ കൃത്യമായി മനസ്സിലാവും. മനുഷ്യത്വത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ പോലെ ചിന്തിക്കുന്നതും മനുഷ്യരും മൃഗങ്ങളെ പോലെ ചിന്തിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും ശരിയാ, സംഭവിച്ചു. അതല്ല ചർച്ച. ഇപ്പൊ താങ്കൾ ഇതിൽ പറയൂ. അല്ല, ചെത്തരുത്, കുടിക്കരുത് ഇതിൽ പറയൂ. ഞാൻ പറഞ്ഞില്ല, ആ വിഷയമല്ല ചർച്ച. ആ വിഷയം ചർച്ച എടുക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതെന്നു വെച്ചാൽ ഇതിപ്പോ ഇടതിനും വലതിനും കൂടെ മുതൂത്ത് കയറുന്ന ഹിന്ദുക്കളെ മാത്രമേ ഉള്ളൂ. അവരുടെ അടുത്തൊന്നും കയറിയല്ല. ശരി, രവീന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാൽ രവീന്ദ്രൻ അവസാനം കൊണ്ടുവന്ന് വർഗീയതയ്ക്കകത്ത് സാധനം എത്തിക്കാന്നുള്ളതുണ്ട്. വർഗീയത അല്ലാതെ സ്പഷ്ടമായിട്ടുള്ള വർഗീയത അങ്ങനെയാണെങ്കിൽ മറ്റു ആളുകളും സമാനമായ രീതിയിൽ തന്നെ പറയില്ലേ, ചോദ്യങ്ങൾ ചോദിക്കില്ല നിങ്ങൾക്ക്. സാംസ്കാരിക നേതാമാരും ബുദ്ധിജീവികളും പത്രപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ വലിയ ചാനലിൽ വന്നിട്ട് ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നു. ഇവന്മാരൊക്കെ എവിടെ പോയി ഒളിച്ചു? ഒറ്റ കാണുന്നില്ല കിരണേ. ശരി രവീന്ദ്രൻ, എന്തായാലും അങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമൊന്നുമല്ല ഇത്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് അങ്ങനെ ആരുടെയും കുത്തക അവകാശം ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യവുമില്ല. വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് മലപ്പുറം വെള്ളാപ്പള്ളി നടേശൻ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും. സംശയം എന്താ? മോശപ്പെട്ട രീതിയോ? അത് മോശപ്പെട്ട രീതി. മോശപ്പെട്ട രീതി തന്നെയാണ്, സംശയമൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശൻ മോശപ്പെട്ട് പറഞ്ഞാൽ മോശമെന്ന് പറയും. അങ്ങനെ പറയാൻ ബാക്കി എല്ലാത്തിലും ആർജവം വേണമെന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. രാഷ്ട്രീയ പാർട്ടിയെ പറ്റി മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞത് മോശമായ രീതിയാണോ പുള്ളി പറഞ്ഞത്? ലീഗിനെ കുറിച്ച് അല്ലല്ലോ പുള്ളി പറഞ്ഞത്. അവിടെ പുള്ളി പറഞ്ഞൊക്കെ ഒരു ദിവസം വിശദമായി നമ്മൾ ചർച്ച ചെയ്തല്ലേ. പുള്ളി തിരുത്തി പറഞ്ഞതും അങ്ങനെയൊക്കെ തന്നെയാണ്. പുള്ളിയുടെ തിരുത്തൊക്കെ ഞാനും നിങ്ങളും എല്ലാം കേട്ടാണ്. അതിലൊരു കുഴപ്പമില്ല ശ്രീ രവീന്ദ്രൻ. നാരായണ ഗുരു പറഞ്ഞാലും നാരായണ ഗുരു പറഞ്ഞാൽ അംഗീകരിക്കും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ അംഗീകരിക്കേണ്ട കാര്യമില്ല. അതിന് സംശയമൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ശരിയാണെങ്കിൽ അംഗീകരിക്കും, തെറ്റാണെങ്കിൽ തെറ്റാന്ന് തന്നെ പറയാം. അതിന് യാതൊരു സംശയമില്ല. ഇനി ആരായാലും കിരണപ്പോൾ കോൺഗ്രസ്സുകാരും ഞാൻ കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ ഒന്നും അംഗീകരിക്കരുതെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ വർഗീയ വികാരവുമായി താങ്കൾ തുടരുക. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, ഈ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നേതാക്കൾ ഏതെങ്കിലും ഒരു എടുത്ത് തെറ്റ് കണ്ടാൽ അത് ഈ വീട്ടിലെ പ്രസവം തെറ്റാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ആർജവത്തോടെ പറയേണ്ട ആളുകളാണ് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ. അവരെന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഒരു കാര്യം അതിനു മുമ്പ് പറയാം. ഇപ്പോ ഈ ഇടയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഞാൻ കാണുന്നത്. ഈ നമ്മുടെ പൊതുവേദിയെ ചിലരെങ്കിലും സ്വകാര്യ വേദിയാക്കി മാറ്റുന്നുണ്ട്. നെറുകളം സംസാരിക്കുന്നവർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. അതിനിടയ്ക്ക് ആങ്കർ കിട്ടിട്ട് ചൊറിച്ചിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി തർക്കം. ബാക്കിയുള്ള ഒരു മൊബൈലും കൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഈ പ്രവണത ഒന്ന് അവസാനിപ്പിക്കണം. പറയാതിരിക്കാൻ പറ്റില്ല ശ്രീ മോഹൻദാസ്, അതുകൊണ്ടാണ്. പിന്നെ ഈ വിഷയം പറയാം. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവം തന്നെയാണ്. ശരിക്കും സംശയമൊന്നുമില്ല. രാഷ്ട്രീയക്കാരെ ഭാഷ കടയെടുത്താല് ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പോ അതിനുവേണ്ടി പ്രതികരിച്ച് വെറുതെ സമയം ആ നേരം പുറത്തെവിടെയും പോയി രണ്ട് വോട്ട് നേടി എടുക്കട്ടെ, അത്രേ ഉള്ളൂ. എന്തിനു വെറുതെ ഒരു ചർച്ച പോയിട്ട് പോകേണ്ടതുണ്ട്. കുഞ്ഞുമോനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ കുഞ്ഞുമോൻ, ഈ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആരായാലും അത് പരിഷ്കൃതമല്ല. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ് എന്ന് തിരിച്ചറിയാൻ അറിയാത്തവരല്ല രാഷ്ട്രീയ നേതാക്കൾ. പക്ഷെ അവർക്കൊക്കെ അതിനെ പരസ്യമായി അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും എതിർത്ത് പറയാനൊരു മടി. എന്താണ് കാര്യം? ആദ്യമായിട്ട് എനിക്ക് ന്യൂസ് 8 ഒരു കാര്യം പറയാനുള്ള, ഇങ്ങനെയുള്ള ചർച്ചകളെ ഈ ജനമധ്യ ഇട്ട് കൊടുത്തതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജനങ്ങളെ അഭിപ്രായം അറിയുന്നതിനും ജനങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതിന് ഞാൻ അതിനെ അഭിനന്ദനം ചെയ്യുന്നത് വെച്ചാൽ അത് നല്ല കാര്യമാണ്.
പക്ഷെ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ ഇത് ചെയ്യാത്തതിന്റെ കാരണം എനിക്ക് തോന്നുന്ന ഈ വോട്ട് ബാങ്ക് ഈ ഉള്ളത് കാരണമായിരിക്കും എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതുപോലെ ഇങ്ങനെയുള്ള അനാചാരങ്ങളെ രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്ത് അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായ നടപടി എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വോട്ട് ബാങ്ക് ഭയന്ന് മാറി നിൽക്കേണ്ടവരല്ല രാഷ്ട്രീയ നേതാക്കൾ, അവരൊക്കെ അഭിപ്രായം പറയേണ്ടവരാണ്. ശ്രീ വിനോദാണ്. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഈ വീട്ടിലെ പ്രസവത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെയൊക്കെ പറയാനൊരു മടി, അതിനോട് പ്രതികരിക്കാൻ തന്നെ ഒരു വലിയ മടി, എന്താണ് കാരണം? നമസ്കാരം. നമസ്കാരം. ഇവർക്കൊക്കെ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് ജനസംഖ്യ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹിഡൻ അജണ്ട. അതും വീട്ടിലെ പ്രസവമായിട്ട് എന്താ? വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ റിസ്ക് അല്ലേ? ആശുപത്രി പ്രസവിച്ചാൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ ഉറപ്പാക്കാനുള്ള പ്രതീക്ഷയെങ്കിലും ഉണ്ട്. വീട്ടിൽ പ്രസവിച്ചാൽ നേരെ തിരിച്ചല്ലേ? അമ്മയും കുഞ്ഞിന്റെ ആരുടെ ജീവൻ പോകുന്ന ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയല്ലേ? ഞാൻ മനസ്സിലാക്കിയത്, എന്റെ അനുജത്തിയുടെ ഒരു പ്രസവത്തിന്റെ സമയത്ത് അവിടെ ലേബർ റൂമില് ഒരു മുസ്ലിം സഹോദരി ഉണ്ട്. അപ്പോ അവർക്ക് ഡോക്ടർ നിർദ്ദേശിച്ചത് സിസേറിയനാണ്. അപ്പോ ഡോക്ടർ പറഞ്ഞു ഗർഭപാത്രത്തിലെ വെള്ളമൊക്കെ ചോർന്നു പോയി, അവർക്ക് സിസേറിയൻ വെച്ചില്ലേ വളരെ അപകടകരമായ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു. അപ്പോ അവരെ ബന്ധുക്കൾ ഭർത്താവിനെ വിളിച്ചു. ഭർത്താവ് ഗൾഫിലുള്ളത്. അപ്പോ ഭർത്താവ് ഇതിന് സമ്മതിക്കുന്നില്ല. സിസേറിയൻ ആകുമ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രസവങ്ങളെ നടത്താൻ പറ്റും. അതിന് ഇവർ സിസേറിയനും എതിരാണ്. അതുകൊണ്ടാണ് അവർ ആശുപത്രിയിൽ പോകാൻ മടിക്കും. ശരി ശ്രീ വിനോദ്, എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനിൽകുമാറാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നേതാക്കളൊക്കെ എന്താണ് ഇത്ര ഭയക്കുന്നത്? ഇതില് സത്യം പറഞ്ഞാല് നമുക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു സമയം എന്ന് പറഞ്ഞാല് ഈ മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് വാക്സിൻ പോലും കൊടുക്കാൻ വിസമ്മതിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയ ന്യൂനപക്ഷം ആളുകൾ മാത്രമാണ് ഈ വാക്സിനെതിരെയൊക്കെ പ്രചരണം നടത്തുന്നത്. ഈ വീട്ടിലെ പ്രസവത്തിന് വേണ്ടി പ്രചരണം നടത്തുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂനപക്ഷമായ ആളുകൾ മാത്രമാണ്. അല്ലാതെ ആ ജില്ലകളിലാകെ ഇതെല്ലാം ഉണ്ട്. മലപ്പുറത്തും കണ്ണൂരും ഒക്കെ ആളുകൾ ഇതിനെതിരെ നിൽക്കുന്നു പറയുന്നത് അങ്ങനെയല്ല പറയേണ്ടത്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അല്ല, കേരളം ഒന്നാമത്, ഈ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെല്ലാം ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണെന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളോട് നമുക്ക് അർത്ഥ വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ സത്യത്തിൽ ലജ്ജയാണ് തോന്നുന്നത്. ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഇതിനകത്ത് പ്രതികരിക്കാം. ഇതിലാരും പേടിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ മുസ്ലിം ലീഗ് പോലൊക്കെയുള്ള വലിയ രാഷ്ട്രീയ പാർട്ടികളില്ലേ, അവർക്കൊക്കെ ഇതിൽ പ്രതികരിക്കാം. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, നമുക്ക് അതിൽ എല്ലാവർക്കും പ്രതികരിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ഈ നമ്മളെ മലയാളികൾ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെന്ന് പറയാൻ തന്നെ നാണക്കേടായിട്ട് മാറാം. ഞങ്ങളൊക്കെ ഈ വെളിനാട്ടിലൊക്കെ ജോലി ചെയ്തും ഒക്കെ നടക്കുന്ന ആൾക്കാരാണ്. അവിടെയുള്ള സംസ്കാരവും ഇവിടുത്തെ സംസ്കാരവും തമ്മിലൊക്കെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംവിധാനമാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കളിലേക്ക് വരാം. നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. വോട്ട് ബാങ്ക് പേടിച്ച് BJP ഒഴികെ ആരും പ്രതികരിക്കില്ലെന്ന് സുനിൽകുമാർ പറയുന്നു. BJP പ്രതികരിക്കാനുള്ള കാരണം ഈ അതിൽ പ്രതിസ്ഥാനം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുറ്റാരോപിതരായി നിൽക്കുന്ന ആളുകളുടെ മതവുമൊക്കെയായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ആ തരത്തിലുള്ള നിലപാട് BJPയും സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതെന്താ രാഷ്ട്രീയക്കാർക്ക് പ്രസവമെടുക്കലാണോ പണിയെന്ന് ചോദിക്കുന്നു. രാഷ്ട്രീയക്കാർക്ക് ഈ സമൂഹവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും ഇടപെടാനുള്ള ഉത്തരവാദിത്വം ഏത് രാഷ്ട്രീയക്കാർക്കായാലും ഉണ്ട്. അവരത് ചെയ്യേണ്ടതാണ്. പ്രബുദ്ധത പറയുന്നു മുന്നണികൾക്ക് കൈവെട്ട് ടീംസിനെ പേടിയാണ്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില കമൻറ്റുകൾ കൂടി, ചിലത് ഒഴിവാക്കേണ്ടിയും കൂടി വരുന്നതുകൊണ്ടാണ് താമസിക്കുന്നത്. താൻ ആദ്യം പോയി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും പോയി അഭിപ്രായം ചോദിക്കൂ, എന്നിട്ട് ആളുകളുടെ അഭിപ്രായം ചോദിക്കുന്നത് സുനിൽകുമാർ പറഞ്ഞു. സുനിൽകുമാർ, നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും ഇന്നലെ അഭിപ്രായം ഔദ്യോഗികമായി തന്നെ തേടിയിരുന്നു. അതിൽ അഭിപ്രായം പറയാൻ പലരും മടിച്ചു. ചിലർ അഭിപ്രായം പറയുമ്പോൾ തന്നെ ആ അഭിപ്രായം പറയുന്നതിന് ഒരു ആർജവമില്ലാത്ത രീതിയിലേക്കുള്ള അഭിപ്രായങ്ങളാണ്, പൊതുവായ അഭിപ്രായം എന്ന മട്ടിലൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം എടുത്തത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയല്ല, എല്ലാ പാർട്ടികളുടെയും നേതാക്കൾക്ക് ആ തരത്തിലേക്കുള്ള ഭയമുണ്ട്. ആ ഭയം ഒരു പാർട്ടി നേതാക്കൾ ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ആ ജോലി ഞങ്ങൾ ചെയ്യാതെ അല്ല ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് നിൽക്കുന്നത്. അത് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്.
അത് സുനിൽകുമാർ മനസ്സിലാക്കിയിരിക്കുന്നതല്ല. സുനിൽകുമാറിൻ്റെ മുൻ കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ മറുപടി പറയേണ്ട തരത്തിലല്ലാത്ത ഏകപക്ഷീയമായ കമൻറ്റുകളൊക്കെ തന്നെയാണ്. എന്നെങ്കിലും ഞാൻ താങ്കൾക്ക് ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ആദ്യം ഒരു ബാലചന്ദ്രൻ കുറച്ചു മുമ്പേ വിളിച്ചത് പറഞ്ഞില്ലേ RSSനുള്ള പങ്ക് ഗാന്ധിവധത്തിനെ പറ്റിയിട്ട്. അതിനെപ്പറ്റി ഒരു സെന്റൻസ് പറയാനുണ്ട്. നഥുറാം ഗോഡ്സെയും ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെയും അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു ഒന്ന് അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അദ്ദേഹത്തിനോട് എത്ര പറഞ്ഞാലും അദ്ദേഹം അല്ല, ഞാൻ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, അത് പോട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് പറയാം. ഞാനത് കൃത്യമായി അദ്ദേഹത്തോട് മറുപടി പറഞ്ഞതാണ്. ഇല്ല, ഈ വിഷയത്തിൽ പറയുമ്പോ നമ്മൾ ഈ രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനെതിരെ വന്നിട്ടുള്ള പ്രതികരണങ്ങൾ എത്ര ശക്തമായിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്മുടെ സ്പീക്കർ ഷംസീർ പറഞ്ഞു, മിത്തും സയന്റിഫിക് ടെമ്പറും തമ്മിലുള്ള കാര്യങ്ങളെ പറ്റി ഒരിടത്ത് പ്രസംഗിച്ചപ്പം ആ ഷംസീറിനെതിരെ ആരെല്ലാം എന്തെല്ലാം രീതിയിൽ പ്രതികരിച്ചു. കൃഷ്ണൻകുട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ആളുകൾ പ്രതികരിച്ചാൽ ഭയന്ന് മാറേണ്ടവരാണോ? അത്ര ആംബിയറില്ലാത്തവരാണോ ഈ നേതാക്കൾ? അങ്ങനെ ഭയന്ന് മാറരുതെന്ന് തന്നെയാണ് പറയുന്നത്. അന്ന് ഷംസീർ ഭയന്ന് മാറിയില്ല, തിരുത്തിയിട്ടുമില്ല. അതുപോലെ തന്നെ തിരുക്കേശം എന്നൊരു വിഷയം തലമുടിയെ പറ്റിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നായിട്ട് ശക്തമായി തന്നെ പ്രതികരിച്ചു. അത് അദ്ദേഹം തിരുത്തിയില്ല. കാണുന്നില്ല, അതാണ് വിഷയം. ഇതുപോലുള്ള കാര്യങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും ഇന്നിപ്പോൾ ഈ വിഷയം ചോദിക്കുമ്പോൾ അത്തരത്തിലേക്ക് ഒരു ഗൗരവമായ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. പൊതുവായ പ്രതികരണത്തിൽ ഒതുക്കുകയാണ്. തർക്കിക്കാതെ പ്ലീസ്, ഞാൻ ഒന്ന് പറയട്ടെ. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ സ്വഭാവം. അവരെല്ലാ കാര്യത്തിലും പ്രതികരിച്ചിരിക്കും. ഇക്കാര്യത്തിൽ നോക്കൂ, ഇന്നലെ ഒരു തമിഴ്നാട്ടിലെ പെൺകുട്ടിയെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ആർത്തവം പറഞ്ഞ് ക്ലാസ്സിന് പുറത്ത് വരാൻ ഒരു നടയിലിരുത്തി പരീക്ഷ എഴുതിച്ചു. അതും പ്രതികരിക്കേണ്ട കാര്യമാണ്. എല്ലാം ഉറപ്പായും അങ്ങനെ ഉണ്ടായെങ്കിൽ പ്രതികരിക്കേണ്ടത് തന്നെയാണ്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ആർത്തവം ഉണ്ടാവുന്നത് ഏതെങ്കിലും ഒരു തെറ്റല്ല. അതുപോലുള്ള എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്ന സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത്. ഇക്കാര്യത്തിൽ അവർ തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും. എവിടെയെങ്കിലും ആരെങ്കിലും പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. ഇന്നലെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയോട് തന്നെ ചോദിച്ചിരുന്നു ശ്രീ കൃഷ്ണൻകുട്ടി. അദ്ദേഹം പൊതുവായി പറഞ്ഞത് ഇത്തരം കാര്യങ്ങളെല്ലാം എതിർക്കപ്പെടേണ്ടതാണ് എന്നതിനപ്പുറത്തേക്ക് ഇത് ലഹരിക്കെതിരെ ഉള്ള ഒരു പോരാട്ടം പോലെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തുകയായിരുന്നു. അദ്ദേഹം പ്രതികരിച്ചില്ല എന്നല്ല. എന്റെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ മാത്രമല്ല, അവരുടെ വനിതാ വിംഗ് ഉണ്ട്, മഹിളാ അസോസിയേഷനൊക്കെ ഉണ്ട്, അവരും ശക്തമായി പ്രതികരിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ്, താങ്കൾക്ക് പറയാം. രവിശങ്കറാണ്, ക്ഷമിക്കണം, ശ്രീ രവിശങ്കർ, താങ്കൾക്ക് പറയാം. നമസ്കാരം. ഇവിടെ ആർജവമുള്ള രാഷ്ട്രീയക്കാരുണ്ട് എന്ന് സുരേന്ദ്രൻ തെളിയിച്ചിട്ടുണ്ട്. സുരേന്ദ്രൻ പ്രതികരിച്ചു. പ്രീണനം നടത്തുന്ന രാഷ്ട്രീയക്കാരെ ശ്രീ രവീന്ദ്രൻ, അത് ഈ വിഷയമായതുകൊണ്ടല്ലേ സുരേന്ദ്രൻ പ്രതികരിച്ചത്, അല്ലാതെ എല്ലാ വിഷയത്തിലും. ഈ വിഷയത്തിലും മറ്റു വിഷയത്തിലും എന്താ പ്രത്യേകത? എത്രയോ വ്യത്യാസങ്ങൾ. നേരത്തെ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ശ്രീ രവിശങ്കർ, എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച മതങ്ങളെയും തുല്യമായി കാണുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് സുരേന്ദ്രൻ. ശ്രീ രവിശങ്കർ, എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ആൾ തന്നെ ഷംസീറിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചല്ലോ. ആ സമയത്ത് സുരേന്ദ്രന്റെ പ്രതികരണം എന്തായിരുന്നു നമ്മൾ കേട്ടതാണല്ലോ. അതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ആകെ അങ്ങ് പുരോഗമന നിലപാടുള്ളത് കൊണ്ടാണ് പ്രതികരിച്ചതെന്നൊന്നും കരുതാൻ തൽക്കാലം ഇതുവരെയുള്ള ചരിത്രം നമ്മളെ. ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അത് BJP ആണ്. ബാക്കി എല്ലാവരും മതത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരാണ് കേരളത്തിൽ. അതാ ചോദിച്ചത്, ഷംസീറിന്റെ വിഷയത്തിൽ പ്രതികരിച്ച ഇതേ BJP തന്നെയല്ലേ? വളരെ വ്യക്തമാണ്. നമുക്കൊക്കെ സത്യമായ കാര്യങ്ങൾ അറിയാം, മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. പ്രീണിപ്പിച്ച് വോട്ട് നേടുന്ന രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഉള്ളത്. BJP പ്രീണിപ്പിക്കുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്? രാഷ്ട്രീയക്കാർ BJP ഉണ്ട് എന്ന് തെളിയിച്ചതാണ് സുരേന്ദ്രൻ ഇന്നലെ. ശ്രീ രവിശങ്കർ, അപ്പോൾ BJP പ്രീണിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്? ഉണ്ടായിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായിട്ടില്ല. ശരി, ഓക്കെ, മാത്രമേ പറയാൻ കഴിയൂ. ശരി, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് എന്തായാലും രവിശങ്കർ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കേട്ടത് പോലെ നടിക്കുന്നില്ല. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഹരിദാസനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഹരിദാസൻ, ഈ കേരളത്തിൽ ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആർജവത്തോടു കൂടി ഇന്ന് അഭിപ്രായം പറയേണ്ടതാണ്. ഇനി ഏത് മതത്തിലെ ആര് പറഞ്ഞാലും ആ മതത്തിൽപ്പെടുന്ന മഹാഭൂരിപക്ഷം പേരും അത് അംഗീകരിക്കുകയും ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും ഈ നേതാക്കൾക്ക് എന്തിനാണ് ഒരു ഭയം? കിരൺ, നമസ്കാരം. രാഷ്ട്രീയക്കാർ പ്രതികരിക്കാത്തത് വോട്ട് കൊണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ സാംസ്കാരിക നായകന്മാരെന്താ കൊണ്ട് പ്രതികരിക്കാത്തത്? അത് മാത്രമല്ല, കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുന്ന കാര്യത്തിലും വളരെ അലംഭാവമുണ്ട്. അതുകൂടെ ഈ കൂടുതൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രതിരോധ കുത്തിവയ്പ്പിനെതിരെയൊക്കെ പ്രചരണം നടത്തുന്ന ആളുകളുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പ് വെച്ചാൽ അസുഖം വരുമെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പോഴും. ഉണ്ട്. നേരം വെളുക്കാത്ത ആളുകൾ എല്ലാ കാലത്തും ഉണ്ട്. അങ്ങനെ നേരം വെളുക്കാത്ത ആളുകൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കൂടുതൽ കൂട്ടി പറയേണ്ടതാണ്. കുട്ടികൾ ജനിക്കാൻ മാത്രം പോരല്ലോ, പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുത്തതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കുട്ടികൾക്ക് പോളിയോ പോലുള്ള അംഗവൈകല്യം ഇല്ലാത്തത്. ശരി, ഓക്കെ, എന്തായാലും
അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ഈ മനുഷ്യരൊക്കെ ഇത്രയും കാലം ആയുസ്സോടുകൂടി ജീവിച്ചിരിക്കുന്നത് ഇത്തരം പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഫലമായിട്ടാണ് ഈ പറയുന്ന ആളുകളും അവരുടെ ബന്ധുക്കളും അവർ ചുറ്റും കാണുന്ന മനുഷ്യരുമെല്ലാം ജീവിച്ചിരിക്കുന്നതെങ്കിലും അവർ തിരിച്ചറിയാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അത്തരം വിവരക്കേടുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ അതിന് ഏതെങ്കിലും ഒരു മതം ഒന്നുമില്ല, എല്ലാ മതക്കാർക്കും ഉണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ. പണ്ടെല്ലാം അങ്ങ് നല്ലതായിരുന്നു, പണ്ടൊക്കെ ആളുകൾക്ക് ഇതൊന്നും ഇല്ലാതുകൊണ്ട് ഒരു അസുഖവും ഇല്ലായിരുന്നു എന്ന മട്ടിലൊക്കെ അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി പറയേണ്ടതുണ്ട്. അഭിപ്രായം നേരിട്ട് ചോദിച്ചു മിണ്ടിയില്ല, പൊതുജനത്തോട് നേരിട്ട് ചോദിക്കും നല്ലത് എന്ന് ന്യൂസ് തിങ്കർ പറയുന്നു. അങ്ങനെ അഭിപ്രായം നേതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നീട് ജോസഫ് കെ എം ആണ്. ജോസഫ് കെ എം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം പറയും അത് ശരിയല്ല, അത് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ അദ്ദേഹത്തിന് അഭിപ്രായം പറയും. BJP എന്നല്ല ശ്രീ ജോസഫ് പറഞ്ഞേക്കുന്നത് BJPക്കെതിരെ പറയുന്നു എന്നുള്ളതാണ്. BJP എന്നല്ല ഏത് പാർട്ടി പറഞ്ഞാലും കോൺഗ്രസ് പറഞ്ഞാലും കോൺഗ്രസ്സുകാർക്കും സമാനമായ പരാതിയുണ്ട്, CPMകാർക്കും സമാനമായ പരാതിയുണ്ട്. അവരുടെ പാർട്ടിക്കൊക്കെ എതിരെ പറയുന്നത് ഏത് പാർട്ടിയാലും തെറ്റ് കാണിച്ചാൽ തെറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് അത്തരമൊരു നിലപാട് മാധ്യമപ്രവർത്തകർക്ക് സ്വാഭാവികമായും സ്വീകരിക്കേണ്ടി വരും. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ കാലത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും സമ്മതിക്കുന്നതുമാണ് ആശുപത്രിയിൽ പോകണം പ്രസവത്തിന് വേണ്ടി എന്നുള്ളത്. പക്ഷെ അതിനെതിരെ പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ ശബ്ദിക്കാൻ ഇവർക്കൊരു മടി, എന്തായിരിക്കും കാരണം? നമസ്കാരം കിരൺ. നമസ്കാരം. രാഷ്ട്രീയക്കാർക്ക് പ്രതികരിക്കാൻ പേടിയുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇവര് 5ാമത് പ്രസവിച്ചതാണ്. അതിലിങ്ങനെ വീട്ടിൽ പ്രസവിക്കണം എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്ത് അവര് മരിച്ചു. ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തുവാന്ന് അറിയത്തില്ല. ഈ 5 കുഞ്ഞുങ്ങളെ ഇനി എങ്ങനെ വളർത്തിയെടുക്കുമെന്നും അറിയത്തില്ല. അപ്പം തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം രാഷ്ട്രീയക്കാർ. 3 മെയിൻ രാഷ്ട്രീയക്കാരും പ്രതികരിക്കണം. അതിനിപ്പം BJP ഒഴിവാക്കി നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാവരും പ്രതികരിക്കണം. വിശേഷിച്ച് സ്ത്രീ സംഘടനകളുണ്ടല്ലോ, അവര് ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സ്ത്രീ സംഘടനകളൊക്കെ ഇക്കാര്യത്തിൽ അതീവ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ട ഘട്ടം തന്നെയാണ്. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഇത്തരം പ്രാകൃതമായ നിലപാടുകൾക്കെതിരെയൊക്കെ പൊരുതി ആണ് നമ്മുടെ നാടൊക്കെ രൂപപ്പെട്ടു വന്നത്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ ചർച്ച തുടരും. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, വീട്ടിൽ സ്ത്രീകളെ പ്രസവിക്കാൻ നിർബന്ധിക്കുന്നതും അങ്ങനെ പ്രസവം നടത്തുന്നതും അത്യന്തം അപകടകരമായ ഒന്ന് തന്നെയാണ്. അതിനെ ആരും തന്നെ അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകൾക്കെതിരെ പ്രതികരിക്കാൻ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കുന്നു. എന്തായിരിക്കും കാരണം? തന്നെ ഈ വോട്ടിന്റെ പ്രശ്നമാണ്. ഇപ്പോ എല്ലാ ആൾക്കാരും മുസ്ലിം സമുദായത്തിന് ഇതെന്തെങ്കിലും മോശമായിപ്പോ പറഞ്ഞാലുള്ള പേടിയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇത് ഈ മുസ്ലിം മതങ്ങളുടെ ഇടയിൽ കോവിഡിന് വാക്സിൻ എടുക്കൂല, കുട്ടികൾക്ക് പോളിയോ കൊടുക്കൂല, ഇതുപോലത്തെ തോന്നിവാസങ്ങൾ കുറേയേറെ നടക്കുന്നത്. പക്ഷേ മുസ്ലിങ്ങളുടെ ഭാഗത്താകുമ്പോൾ ആരും കണ്ടു വിമർശിച്ചാൽ ഹോട്ടലിന് പിന്നെ ആകെപ്പാടെ കൂടെ ലോകം മുഴുവൻ അത്തി പറയുന്നത് കഴിച്ചു. BJPക്കാരൻ്റെ ആർട്ടിക്കാരനും എന്തും പറയാം, ഇവരെ പറ്റി ഒന്നും പറയാം. ഈ തോന്നിവാസം നിർത്തലാക്കുന്ന പോലെ ഇതിനൊക്കെ പിടിച്ചിട്ട് ജയിലിലേക്ക് പറയാനല്ലേ കേൾപ്പാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്.
സിനിലയാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സിനില, താങ്കൾ ആദ്യമായിട്ടാണോ പൊതുവേദിയിൽ വിളിക്കുന്നത്? അതോ നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ബെല്ലടിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ടായിട്ടില്ല. ശരി, ഓക്കെ. സില്ല, അത് ബെല്ലടിച്ച് കിട്ടാത്തതല്ല. നമ്മൾ 4 പേരെ വരെ ക്യൂവിൽ നിർത്തുക, അതിനപ്പുറം വരുമ്പോൾ പിന്നെ അവരെ ക്യൂവിൽ നിർത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എടുക്കാറില്ല. അതിനുശേഷം ഓരോരുത്തരെ കട്ട് ചെയ്യുന്ന മുറയ്ക്കാണ് എടുക്കുന്നത്. സിനിലയ്ക്ക് എന്ത് തോന്നുന്നു, ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ഇത്തരം വിഷയത്തിലൊക്കെ ശക്തമായ അഭിപ്രായം പറയേണ്ടവരില്ല, അവർക്ക് ഒരു ഭയമുണ്ടോ? ഭയമുണ്ട്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പുറകോട്ട് നിന്നിട്ടാ ഉള്ളത്. എന്തായാലും സ്ത്രീ ശക്തികൾ ഇതിൽ മുമ്പോട്ട് വരണ തന്നെ ചെയ്യണം. ഞാനൊരു അമ്മയാണ്, 3 മക്കളുടെ ഉമ്മയാണ് ഞാന്. ഇത് കേട്ടിട്ട് തന്നെ സഹിക്കുന്നില്ല. വീട്ടിൽ പ്രസവം നടത്തുന്നതിനോട് തീരെ ഞാൻ യോജിക്കുന്നില്ല. ഇപ്പൊ ആസ്പത്രി തന്നെ കഴിക്കേണ്ട കാലങ്ങളാണ്. ഇതൊരിക്കലും മുൻപോട്ട് ഇതാക്കാൻ കഴിയൂല. ഇത് പ്രതികരിക്കുക തന്നെ വേണം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, എന്തായാലും താങ്കൾ ലോകമൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് താങ്കൾക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളും തന്നെ ആശുപത്രിയിലാണ് ആളുകളുടെ പ്രസവം നടക്കുന്നത്. ഇവിടെ ആശുപത്രിയിൽ അല്ലാതെ പ്രസവം നടക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം ആളുകളെങ്കിലും ഉണ്ട്. അവർക്കെതിരെയൊക്കെ സംസാരിക്കാൻ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ മടിക്കുന്നത് എന്തുകൊണ്ടാവും? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കിരണേ, ആദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഞാൻ അതായത് നാട്ടിൽ നിന്ന് ഏതാണ്ട് 6,999 രൂപ ചാർജ് പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പൊതുവേദിക്ക് വേണ്ടി വിളിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ പല സമയങ്ങളിലും വിളിച്ചാൽ കിട്ടത്തില്ല, പിന്നെ ചിലപ്പോൾ നമ്മൾ യാത്രയായിരിക്കും. പിന്നെ അപ്പൊ ഒരു ഐഡിയ നമ്പറിൽ നിന്ന് നേരിട്ട് വിളിക്കാൻ കഴിയില്ലേ? അല്ല, അതിൽ വിളിക്കുമ്പോൾ ഏതാണ്ട് 50 സെൻസ് ആവും ഓരോ മിനിറ്റില്. അപ്പൊ ഒരുപാട് നേരം കാത്തിരിക്കുമ്പോൾ ഇതിനെ കിട്ടും. നോക്കൂ, എനിക്ക് ഒരു ഐഡിയ ഉള്ളൂ, ഒരു ഫോൺ നമ്പറേ ഉള്ളൂ. പിന്നെ 2-3 ദിവസത്തിന് മുമ്പ് താങ്കളോട് പറയുന്നത് കേട്ട് ഇനി എന്നെയാണോ ഉദ്ദേശം അറിയത്തില്ല, ആരൊക്കെയോ തെറി പറയുന്നതില് ഞാനുണ്ടെന്ന്. ഞാൻ ആരെയും തെറി പറയില്ല. എന്തുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞില്ലല്ലോ. തെറി പറയുന്ന ഇതിനകത്ത് വന്നിട്ട് കമന്റുകൾ വായിച്ച് തെറി പറയുന്നു എന്ന് പറഞ്ഞു. അതായത് താങ്കൾ ഇതുവരെ അങ്ങനെ ഒരു തെറി പറഞ്ഞ ഒരു കമന്റ് കിട്ടാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, അല്ല, അത് അങ്ങനെ പറയുമ്പോൾ തോന്നി എനിക്ക്. ഞാൻ ആരോടെങ്കിലും എന്തുണ്ടെങ്കിലും സ്ട്രെയിറ്റാ പറയും. എനിക്ക് അങ്ങനെ ആരോടും ഒരു ഭയമില്ല. കാരണം ഞാൻ പറയുന്ന സത്യസന്ധമായ കാര്യം എന്റെ തോന്നലാണ്. ഓക്കെ, നോക്കൂ, അങ്ങനെ ഒരു തോന്നലുണ്ടാവാനുള്ള കേസ് ഞാൻ എന്തായാലും ഞാനിതുവരെ എന്റെ അറിവിൽ താങ്കൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. താങ്കൾ ആ തരത്തിലേക്കൊക്കെ ഒരു പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തെറി പറഞ്ഞതായോ മോശം ലാംഗ്വേജ് ഉപയോഗിച്ചതായോ ഞാൻ തെറിയായിട്ടൊന്നും അങ്ങനെ ആരോടും സംസാരിക്കാറില്ല പൊതുവെ. എനിവേ, ഇത് പറയാൻ കാരണം അവിടെ 2-3 പേര് പറഞ്ഞ കൂട്ടത്തില് പ്രദീപും എല്ലാം ഒരാളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. മറ്റാള് നോക്കൂ, ഇതിലൊരു പൊതുസമൂഹത്തില് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇതൊന്നും അല്ല, അതല്ല, ഈ മറ്റ് ഏതോ ഒരു താങ്കളുടെ തന്നെയാണ് ഈ ഗോളാന്തര യാത്ര എന്നൊക്കെ പറയുന്നതിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധമുള്ളതാണോ? എന്റേത് പ്രദീപ് കുമാർ എന്നാണ്. എന്റേത് പ്രദീപ് കുമാർ. എനിക്ക് ഒരു ഐഡിയ ഉള്ളൂ. ഞാൻ അങ്ങനെ യൂട്യൂബിൽ വരാറില്ല. കാരണം ആക്ച്വലി ഇപ്പൊ ഇവിടെ 7 കാലാണ്, ഡ്യൂട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ പോകണം. പിന്നെ യാത്രയാകുമ്പോ ഇതിലൊക്കെ ആരാ കിരൺ കുത്തിയിരുന്ന് ടൈമില്ല. നോക്കൂ, ഇതിൽ പറഞ്ഞോട്ടെ, ഞാൻ പെട്ടെന്ന് ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ പറയുമ്പോൾ കഴിയുന്ന 1 മിനിറ്റിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കും. നോക്കൂ, ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും ഇതൊന്നും ചേരുന്നതല്ല. കാരണം നമ്മളിപ്പോ ഇത്രയും ആധുനികമായിട്ട് ഈ നമ്മുടെ ഹെൽത്ത് എല്ലാം വളരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ചേരണം. പിന്നെ ജനസംഖ്യ കഴിയുന്നത്ര എല്ലാവരും കുറയ്ക്കുന്നതാണ് നല്ലത്. പൊതുവെ ജനസംഖ്യ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളിപ്പോ ഓവറാണ്. അപ്പൊ നമ്മൾ കഴിയുന്നത്ര അത് കുറയ്ക്കുക എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ കാര്യം. അതിനുവേണ്ടി നമ്മൾ ആശുപത്രികളെ താങ്ങുക, അല്ലാതെ ഒരുപാട് എന്തോ പറഞ്ഞു ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞാൽ പിന്നെ അതൊരു ജാതിയോ മതമോ അത്തരം കാര്യങ്ങളൊക്കെ ആയിപ്പോവും. എനിവേ, താങ്ക് യു സോ മച്ച്. ഇത് പറയാൻ ഞാൻ മെയിനാ വിളിച്ചത്. മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോയിട്ടുണ്ട്. രാജഗോപാലാണ്. ശ്രീ രാജഗോപാൽ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു പരാമർശമാണ് തുടക്കത്തിലുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം. ശ്രീ രാജഗോപാൽ, ജസ്റ്റ് ഞാൻ വിവരം പറഞ്ഞോട്ടെ. അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഇത്തരം വിഷയത്തിൽ പ്രോത്സാഹനം നൽകുന്ന ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകൾക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആർജവം കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഏതെല്ലാം പാർട്ടി പ്രതികരിച്ചുവെന്നും പ്രതികരിക്കാതിരുന്നുവെന്നും ഒഴുക്കൻ മട്ടിൽ പ്രതികരിച്ചുവെന്നുമല്ല ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞു. അതും ഈ പർട്ടിക്കുലർ കൊലപാതകത്തിന് ഇഷ്യൂവിൽ മാത്രമല്ല. പറഞ്ഞോളൂ സാർ. അപ്പൊ അതിന് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് കമന്റ് ഇടുകയും ഇതിന് നിദാനമായ സംഗതികൾക്ക് ഉത്തരവാദിത്ത ആളെ ഇപ്പോൾ റിമാൻഡിലാണ്. മാത്രമല്ല, ഇത് ഒരു ജില്ലയിൽ മാത്രമായി കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ആക്രമണമായി മാറുന്നത് ഒട്ടും ശരിയല്ല.
രാജഗോപാൽ ബാലരാമപുരത്ത് ഒരു വിഷയത്തില ഇപ്പോഴും താങ്കളോട് ആവർത്തിച്ച് പറയുന്നു, ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ അവർക്കെതിരെ സാർ അങ്ങനെ പറഞ്ഞതല്ല, ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരും അതങ്ങനെ സ്വാഭാവികമായിട്ട് ആളുകളൊക്കെ പറയില്ല, ആളുകൾക്ക് വരുന്നത് ഒരു ജില്ലയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലല്ല. ബാലരാമപുരം തിരുവനന്തപുരം ജില്ലയിലാണ് സാർ. അത്തരത്തിലുള്ളൊരു സംഭവം നേരത്തെ ഉണ്ടായി, ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. അല്ല, അത് അങ്ങനെയല്ല. അവര് ചില ജില്ലകളിൽ അത് കൂടുതലായി ഉണ്ടാവുന്നു, അതുകൊണ്ട് ആ ജില്ല ആകെ മോശക്കാരൊന്നുമില്ല. ഉള്ളതിൽ കൂടുതൽ ചില ജില്ലകൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് അത് പരിഹരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും ജില്ല പരിഹരിക്കേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു നീക്കം തന്നെയാണെന്ന് കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരുതരം മുതലെടുപ്പും ക്രൂശിക്കൽപ്പെടലും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നേരത്തെ പറഞ്ഞ ഷംസീറിനെ സംബന്ധിച്ച് പറഞ്ഞു, KT ജലീൽ ഇടയ്ക്ക് വെച്ച് പരാമർശം നടത്തി, മയക്കുമരുന്നിനെ സംബന്ധിച്ചുള്ള പരാമർശം നടത്തി, മുല്ലാക്കന്മാരെ സംബന്ധിച്ച് എന്തെല്ലാം കോലാഹലങ്ങൾ ഇവിടെ നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശരീരത്തിനെതിരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് EMS പോലുള്ളൊരു നേതാവ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തെല്ലാം തെരുവിൽ കൂടെ അസഭ്യം വിളിച്ച് ആ മനുഷ്യരെ പറഞ്ഞു. ആരെങ്കിലും സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നു? മാധ്യമങ്ങളടക്കം. അപ്പൊ അത്തരത്തിലുള്ള ഒരു പാരമ്പര്യം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ. ശരി, ഞാൻ ആ യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ ശ്രീ രാജഗോപാൽ പറഞ്ഞിരുന്നു. അവരുടെ പിന്മുറക്കാർ കുറെ കൂടി ആർജവം കാണിക്കണം എന്ന് മാത്രമേയാണ് അതിൽ പറയാനുള്ളത്. ശ്രീ രതീഷാണ്. ശ്രീ രതീഷ്, താങ്കൾക്ക് പറയാം. രതീഷ്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇത് എല്ലാവരും പറയുന്നു, ഇപ്പൊ സാറ് എല്ലാവരും ഉൾപ്പെടെ ഓരോ ദിവസവും ഓരോ ചാനലിൽ പറയുന്നു കേരളത്തിന് നാണക്കേടാണ്, കേരളത്തിന് നാണക്കേടാണ് എല്ലാവരും പറയുന്നു. ഇത് രാജ്യത്തിന് കൂടി നാണക്കേടല്ലേ? ഒരു ദിവസം 3 പ്രാവശ്യം വരെ കേരളത്തിന് നാണക്കേടുണ്ടാവുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 6 വയസ്സുള്ള ഒരു കൊച്ച് മരിച്ചൊരു കാര്യം കൂടി ന്യൂസ് 18 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ വിഷയം തൽക്കാലം അതല്ല. ഇത് ഒരു ദിവസം 3ൽ കൂടുതൽ കേസുകൾ വരെ ഉണ്ടാവുകയാണ്. കേരളത്തിന് നാണക്കേട്. ഇത് രാജ്യത്തിന് ലോകത്തിന് നാണക്കേടല്ലേ? ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ കുറെ കൂടി ഒരു ധൈര്യമൊക്കെ കാണിക്കണ്ടേ? നമസ്കാരമുണ്ട്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ തന്നെ പോയി പ്രസവിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ രാഷ്ട്രീയക്കാരുടെ കാര്യം പറയുമ്പോൾ അത് സെലക്റ്റീവാണ്. UDF ആയാലും ഇടതുപക്ഷമായാലും ചില കാര്യങ്ങളിൽ മാത്രമേ അവർ പ്രതികരിക്കാറുള്ളൂ. അവരുടെ വായിൽ കൊണ്ടുവന്ന് കോലിട്ട് കുത്തിയാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവർ സംസാരിക്കില്ല. ഇതാണ് അഭിപ്രായം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി ഈ വിഷയത്തിൽ പോയി. ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ നേതാക്കളൊക്കെ ഒരു തെറ്റ് കണ്ടാൽ 4 വോട്ട് പോകും എന്ന് കരുതി അതിനെ തുറന്ന് എതിർക്കാൻ തയ്യാറാവാതെ മാറി നിൽക്കണം, അല്ലെങ്കിൽ മയപ്പെടുത്തി പറയുക, അതൊക്കെ വേണ്ട കാര്യമുണ്ടോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനുള്ളത്, അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷേങ്കിൽ ഇപ്പോഴും ഭരണത്തിലിരിക്കുന്ന ആളുകളാണ് ഇതിന് നടപടി എടുക്കേണ്ടത്. മുമ്പുള്ളവർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല. ഭരണാധികാരികള് അത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ കേസ് മാത്രമല്ല പറഞ്ഞത്, പൊതുവെ ഇങ്ങനെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ ആളുകളെതിരെയൊക്കെ ശക്തമായ രീതിയിൽ അഭിപ്രായം പറയാനും അത് ശരിയല്ല എന്നുള്ള പറയാനും ഒക്കെ ഉള്ളൊരു ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ള വിഷയം മാത്രമാണ്. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ നേതാക്കന്മാർക്ക് വോട്ട് പോകുമെന്നുള്ള പേടിയുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഏത് പാർട്ടിയാണേലും അത് ചെയ്യാറുണ്ട്, അവരെ പ്രീതിപ്പെടുത്താറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിദേശ രാജ്യങ്ങളിലായിട്ടുള്ള ഈ മുസ്ലിം കൺട്രികളിൽ പോലും ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അനുവദനം അല്ലായിരുന്നു സൗദി അറേബ്യയിൽ. ഇപ്പൊ അവിടെ അനുവദിച്ചു. അവിടെ ഒരു സമരവും ഒന്നും വരുന്നില്ല. അവര് ഓൾ ഹാർട്ടഡ്ലി സ്വീകരിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മാത്രം എന്തെങ്കിലും ഒരു നിയമം നമ്മൾ എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാല് മതപരമായിട്ട് അതിനെ നേരിടുന്നതിന് ശക്തമായ അടിച്ച് അവരെ ഇരുത്തുക ചെയ്യുക, അത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, ഇപ്പൊ മതപരമായ വിഷയങ്ങൾ പറഞ്ഞ് നേരിടുന്നത് ശരിയായ രീതിയല്ല. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. ദയാധരനാണ്. ക്ഷമിക്കണം, താങ്കളുടെ പേര് കേട്ടതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. ശ്രീ ദയാധരൻ, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ആദ്യം തന്നെ ന്യൂസ് 18 അഭിനന്ദിക്കുന്നു ഈ ഒരു കാര്യം 2ാമത്തെ ദിവസം ചർച്ച ചെയ്തതിൽ. കാരണം കേരളത്തില് ഇപ്പോഴും ആൾക്കാർ ഉണ്ട് എന്നുള്ളത് ഇന്നലെ മട്ടന്നൂരുള്ളൊരു സുഹൃത്ത് പറയുന്നത് കേട്ടു. ഇതാണ് ഏറ്റവും നല്ലത് എന്ന്. അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം കേരള സർക്കാർ ആയിക്കോട്ടെ മറ്റ് കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ, രണ്ടും ഒരു ഗർഭം തുടങ്ങിയ കാലം മുതൽ അംഗനവാടി മുതൽ അവരെ പരിപോഷിപ്പിക്കുക.
അമൃതം പൊടി പല കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കുട്ടിയുടെ വെയിറ്റ് എല്ലാ കാര്യങ്ങളും അംഗനവാടി മുഖാന്തരം ചെയ്യുന്നുണ്ട്. അതുപോലും അറിയിക്കാനോ അല്ലെങ്കിൽ അതിലൂടെ വേണ്ട ചികിത്സ നൽകാനോ തയ്യാറാത്ത ഇവരെ കർശനമായ നിയമ നടപടികളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മൈ നെയിം ഈസ് ലിയോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന സ്വന്തം പേര് പോലും എഴുതാൻ ഭയം പാടുള്ള അല്ലെങ്കിൽ വ്യാജൻ എഴുതി ശീലിക്കുന്ന ഒരാൾ ഇങ്ങനെ ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു. എമ്പുരാനിൽ കണ്ട ആവേശം കാണുന്നില്ലല്ലോ കിരൺ, ഈ വിഷയത്തിൽ ധൈര്യം ചോർന്നു പോയോ എന്നൊക്കെ. എമ്പുരാനിലും ഈ വിഷയത്തിലുമെല്ലാം ഒരു വിഷയത്തിലും ധൈര്യം ചോർന്നു പോകുന്ന ഒരു വിഷയവുമില്ല. ആദ്യം സ്വന്തം പേരെങ്കിലും സ്വന്തമായിട്ട് എഴുതാനുള്ള ധൈര്യം ഈ മൈ നെയിം ഈസ് ലിയോ ഒക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം അത് കഴിഞ്ഞിട്ടല്ലേ സ്വന്തം പേര് പറഞ്ഞ ആരാണെന്ന് പറഞ്ഞിട്ടല്ലേ ഒരു വിമർശനമൊക്കെ ഉന്നയിക്കേണ്ടത്. അത്രയും ഒരു സാമാന്യ മര്യാദ, അത്രയും ചെറിയ ഒരു ധൈര്യം ഒക്കെ കാണിക്കുന്നതല്ല കേട്ടോ. എന്നാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ഇങ്ങനെ ഒരു ചെറു ന്യൂനപക്ഷം ആളുകൾ മാത്രം പിന്തുണയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അത് മതപരമാണ് അല്ലെങ്കിൽ മതത്തെ തൊടും എന്നൊക്കെ പേടിച്ച് മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടോ? സുഖമാണോ? സുഖമാണ്, പറഞ്ഞോളൂ. എനിക്ക് പറഞ്ഞ ഒരു സംശയം ചോദിക്കേണ്ട കാര്യം, ഇത് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കാവുന്ന നിയമം ഇന്ത്യയിലുണ്ടോ? അങ്ങനെയില്ല. ഇപ്പൊ പ്രസവിക്കാവുന്ന ഹോസ്പിറ്റലിൽ പോയി ഒരാൾ പെട്ടെന്ന് പ്രസവ വേദന വന്ന് ഒരിടത്ത് വെച്ച് പ്രസവിച്ചു പോയാൽ അത് പക്ഷേ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ, ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാതെ ഒരാളുടെ ഒരു സ്ത്രീയെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകരുത്, നിങ്ങൾ വീട്ടിൽ തന്നെ പ്രസവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രക്തസ്രാവം ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയോ കുഞ്ഞോ ആ സ്ത്രീയോ മരിക്കേണ്ടി വന്നാൽ സ്വാഭാവികമായും അവർക്ക് കേസിനെ നേരിടേണ്ടി വരും. ഓക്കെ സാർ, മനസ്സിലായി. പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത്, ഏതിനും തർക്കിക്കുന്ന മുസ്ലിം ജമാഅത്ത് മുസ്ലിം ലീഗിന്റെ വെള്ള കുപ്പായവും തൊപ്പിയും ഇട്ടിട്ട് അള്ളാഹു മുഹമ്മദ് നബിയുടെ ആചാരങ്ങളെ ഇത്രയും പരുഷമായി ചൂഷണം ചെയ്യുന്ന ഇങ്ങനെയുള്ള കപടവാദികളെയും ഈശ്വരവിശ്വാസം ഇല്ലാത്തവന്മാരെയും ഭരണഘടന അനുസരിച്ചല്ലെങ്കിൽ തന്നെയും കേരളത്തിന്റെ ഈശ്വരവിശ്വാസമില്ലാത്ത ആളുകൾ ഇതുമായിട്ടെന്താ വന്നത്? അവര് മിക്കവാറും യുക്തിവാദികളൊക്കെ കൃത്യമായ ആശുപത്രിയിൽ പോകുന്നവരാണ്. ഒരു സമയം തരണം, ഞാൻ അവർക്ക് ബന്ധമുണ്ട് സാർ. അവരുടെ ക്ലാസ്സാണ്. നമ്മളെ സ്ത്രീകള് ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പാടില്ല, അവരുടെ ശരീരം കാണാൻ പാടില്ല. അവർക്ക് 10 കെട്ട 20 കെട്ട 30 കെട്ട 1 തല 2 തല 3 തല. ശ്രീ ശിവദാസൻ, താങ്കളെ വിഷയത്തിലേക്ക് വരൂ. അങ്ങനെ മുസ്ലിം മതത്തിലെ എല്ലാവരും ഒന്നും ഈ വിഷയത്തിൽ അങ്ങനെ നിലപാടുള്ളവർ, ഇപ്പോഴും മുസ്ലിം മതത്തിലെ 99% ആളുകളും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളും ആശുപത്രിയിൽ തന്നെ പോയി പ്രസവിക്കുകയും ഏതെങ്കിലും ഒരു മുസ്ലിം മത പണ്ഡിതൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ചില ലോക്കൽ ഉസ്താദുമാരും ചില കക്ഷികളും ഒക്കെയാണ് പറയുന്നത്. അവരെയൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, അവരെ പോലും ഭയക്കുന്നു. അതിലാണ് നമ്മുടെ ചോദ്യം. രാഷ്ട്രീയ പാർട്ടി സാർ ഇവിടെ ഏത് രാഷ്ട്രീയ സാർ? ഞാൻ രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല, പൊതുപ്രവർത്തനം ഇല്ല, വിലക്കയറ്റം സമരം ഇല്ല. അവർക്ക് ഒരു പെണ്ണ് ബിസിനസ് ഏതെങ്കിലും പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കേസ് പ്രതിയാക്കിയിരിക്കും, എന്തെങ്കിലും കേസ് കിട്ടുക, അതിൽ പൊക്കിയിടുക, അല്ലാതെ അവർക്ക് പ്രവർത്തനം നടത്തിക്കൊണ്ട് അവർക്ക് അറിയില്ല. അവർ പേടിക്കും. രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ ആൾക്കാരെ പേടിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അവർ മിണ്ടത്തില്ല. ആ സത്യാവസ്ഥ മിണ്ടത്. അത് നമ്മളെല്ലാം ശപിക്കപ്പെട്ട നമ്മളെല്ലാം അനുഭവിച്ചേ പറ്റൂ. അതിന് ഇനി പുതിയ തലമുറ പോലും ഇല്ല. ഇനി മനസ്സാക്ഷി അനുസരിച്ച് ജനങ്ങള് നല്ല മനസ്സാക്ഷിയോട് നീങ്ങൽ മാത്രം മുമ്പോട്ട് പോകാൻ പറ്റും. എനിക്ക് ഇതേ പറയാനുള്ളൂ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദീപു ആണ്. ശ്രീ ദീപു, കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആർജവത്തോടുകൂടി പ്രതികരിക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളാണ്. പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊന്നും അത്തരത്തിലേക്ക് ഒരു പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. എന്തായിരിക്കും കാരണം? എങ്ങനെയാണ് ഇപ്പൊ ഈ പറയുന്ന കക്ഷി അറസ്റ്റ് റിമാൻഡിലായിട്ട് അയാളെ തെളിവെടുക്കാനൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? ആർജവം ഇല്ലാഞ്ഞിട്ടാണോ കിരണായി? പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ ആദ്യമേ പലതവണ പറഞ്ഞു, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ കേസെടുത്തില്ല എന്നുള്ളതല്ല പറയുന്നത്. ചില ആളുകൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് മതത്തിന്റെ പേരിൽ നിൽക്കുന്ന ചില ആളുകളൊക്കെയാണ്. അത്തരം ആളുകൾക്കെതിരെ ശക്തമായ നിലപാട് പറയാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തയ്യാറാവേണ്ടതാണ്. എല്ലാ സമയത്തും പറയുമ്പോ ഇപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഹിന്ദുത്വവാദികൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിനെതിരെ പറയും ഇതാ ജിഹാദി വിജയൻ. മുസ്ലിം സമുദായത്തിലെ ഒരു കാര്യം പറയുമ്പോൾ കൊടുത്ത മോഡി. ഇതെല്ലാം കേൾക്കുന്നത് ഒരാൾ തന്നെയല്ലേ, ഈ പാർട്ടി തന്നെയല്ലേ, ഈ പാർട്ടി നയിക്കുന്നവർ തന്നെയല്ലേ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പറയുന്നത് ഇവിടെ ആചാര ലംഘന നിയമം ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കൊണ്ടുവന്നിട്ട് 5 വർഷത്തെ ജയിലിൽ അടയ്ക്കുന്നു പറഞ്ഞ പാർട്ടി ഏത് പാർട്ടിയാ? ആ പാർട്ടിക്കാർ പറയില്ല. അവർക്ക് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം ചേരും.
പിന്നെ BJP-ക്കാർ പറയുന്നതും RSS-കാർ പറയുന്നതും അവർക്കൊക്കെ സൗകര്യം അല്ല ശ്രീ ദീപു, താങ്കൾ പറഞ്ഞ ആ കാര്യമൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇസ്ലാമിക്ക് അടക്കമുള്ള എല്ലാവർക്കും ഒരേ നിലപാടാണ്. അല്ല, അതെല്ലാം സംഭവിച്ചു ദീപു. നമ്മുടെ ചോദ്യം അതല്ല. കേരളത്തിൽ ഞാൻ നേരത്തെ തന്നെ ഇതിൽ ആളുകളടക്കം സൂചിക്കുകയുണ്ട്, കേരളത്തിൽ CPM-നെ പോലെ ഒരു പ്രസ്ഥാനം പ്രതികരിച്ചില്ലെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. പ്രതികരിച്ചത് പൊതുവായ ഒരു പ്രതികരണത്തിനപ്പുറത്തേക്ക് മലപ്പുറം ജില്ലാ സെക്രട്ടറി അടക്കം അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. ഈ അത്തരത്തിൽ എന്തിനാണ് ഒരു ഭയപ്പെടുന്നത്? ഇങ്ങനെയുള്ള ആളുകളെ തുറന്നു കാട്ടിക്കൊണ്ട് തന്നെ പ്രതികരിക്കണ്ടേ? അങ്ങനെ ഭയപ്പെട്ട എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്? ഈ വ്യക്തിയുടെ കേസല്ല ശ്രീ ദീപു പറയുന്നത്. താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ കേസല്ല പറയുന്നത്. ഇത് ചില മത നേതാക്കൾ എന്നും പറയാൻ കഴിയില്ല, ചില മതത്തിന്റെ ചില ആളുകളൊക്കെ ഇതിന് പ്രോത്സാഹനം നൽകുകയും അവരൊക്കെ പരസ്യമായി വന്ന് ചാനലുകളിലടക്കം പറയുന്നു, വീട്ടിൽ പ്രസവിച്ചാൽ എന്താ കുഴപ്പമെന്ന് പറയുന്നു, അവരതിന് അങ്ങനെ പ്രസവിക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രതിലോമകരമായ പ്രവർത്തനം ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കണ്ടേ? ഇവർക്ക് ആരാണ് ഈ സമൂഹത്തിൽ വില കൊടുക്കുന്നത്? ആരാണ് അംഗീകരിക്കുന്നത്? ഇവര് പറയുന്ന എന്തിനെങ്കിലും കേരള സമൂഹം അവരെ അംഗീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഇതിനെ പറ്റി കൃത്യമായിട്ട് അതിന്റെ നേതാവായിട്ടുള്ള ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ഇപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞു, നമ്മളെ എതിർത്തില്ലേ? അതുപോലെ ഏതെങ്കിലും പറഞ്ഞല്ലോ. ഞാൻ എന്റെ ചോദ്യം, ഈ വിഷയത്തിൽ ആർജവത്തോടു ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കേണ്ടതല്ലേ? ശക്തമായിട്ട് പ്രതികരിച്ചത് കൊണ്ടല്ലേ അയാളെ അറസ്റ്റ് ചെയ്തത്. പറയുന്നതുകൊണ്ടിട്ട് വോട്ട് പോകുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണോ? ഒരു വ്യക്തിയുടെ കേസിന്റെ കാര്യമല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. നമുക്ക് എന്തായാലും താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. നമുക്ക് മറ്റൊരു നിങ്ങളുടെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി പറയേണ്ട ഒരു പാർട്ടി ഇവിടെ ഉണ്ട്, അതാണ് UDF. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഉമേഷാണ് കോഴിക്കോട്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് കിരൺ നമസ്കാരം. പിന്നെ ഇത് പറഞ്ഞാല് അപാര പാണ്ഡിത്യം ഉണ്ടെന്ന് കരുതുന്ന ചില മതപണ്ഡിതന്മാരുണ്ടല്ലോ. ചെറിയ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഉസ്താദുമാരെ പോലുള്ളവരൊക്കെ ഇത് അപാര പാണ്ഡിത്യമാണെന്ന് കരുതിയിട്ട് പറയുന്നത് വിശ്വസിക്കുന്ന ചെറിയ വിഭാഗം ജനങ്ങൾ ആണ്. ഏത് വിഭാഗത്തുണ്ട്. ഇതിപ്പോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ മാത്രമല്ല, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കുറച്ച് മുന്നേ കണ്ടില്ലേ ഇതേപോലെ പല മന്ത്രങ്ങൾക്ക് വിധേയമായിട്ടുള്ള പല അവിവേകങ്ങളും കാട്ടിയത്. ഇതൊക്കെ ഇതിനെതിരെ ഇപ്പൊ നിങ്ങളുടെ ചോദ്യം, ഇതിനെതിരെ രാഷ്ട്രീയക്കാർ പ്രതികരിക്കാത്തത് ഇവരെ ഒക്കെ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. ഭയപ്പെടുന്നത് മീൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വോട്ട് ബാങ്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. അതുപോലെ തന്നെ വ്യക്തമാണ്. ശ്രീ നസീറാണ് കൊടുവള്ളിയിൽ നിന്നും. ശ്രീ നസീർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വേഗത്തിൽ, നമ്മുടെ സമയം അവസാനിക്കാൻ പോകുകയാണ്, അതുകൊണ്ടാണ്. അതായത് 100%, 99.99% ആളുകൾ മുസ്ലിം സമൂഹത്തിന് ഇതുപോലുള്ള അനാചാരങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല. അത് പണ്ഡിതന്മാരാണെങ്കിൽ പോലും യാതൊരു വിവരവും ബുദ്ധിയും ഇല്ലാത്ത ചില വളരെ മൈന്യൂട്ടായിട്ടുള്ള ആളുകൾ പറയുന്നതൊന്നും ഒരു സമുദായം വിലക്കെടുക്കുന്നുമില്ല. ഇതിനൊന്നും എതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ വോട്ട് പോകുന്ന ഒരു പേടിയും ഒരു രാഷ്ട്രീയ നേതാവ് നോക്കേണ്ടിയില്ല. ഒരു മുസ്ലിം സമൂഹം ഇതിനൊന്നും ഒരു സപ്പോർട്ടും ചെയ്യൂല. ഈ പോലെ വിവരമില്ലാത്ത ആളുകളെ, ഒരു ബുദ്ധിയും വിവരമില്ലാത്ത ആളുകളോടും വീട്ടിൽ പ്രസവിക്കണം എന്ന് പറഞ്ഞ് 1 or 2 കേസുകൾ ഉണ്ടെന്ന് വിചാരിച്ച് അതൊന്നും പൊതു ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പ്രത്യേകിച്ച് ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുള്ള ശ്രീ നസീർ കൊടുവള്ളി പറഞ്ഞ അഭിപ്രായം നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ കേൾക്കേണ്ടതാണ്. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാരും ഇതിനെയൊന്നും അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ ഇവരെ ഒന്നും അംഗീകരിക്കുന്നവരോ അല്ല, ഇവരെയൊക്കെ തള്ളിപ്പറയുന്നവർ തന്നെയാണ്. അങ്ങനെ വോട്ട് ബാങ്ക് പേടിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇതിൽ മാറി നിൽക്കേണ്ടതില്ല എന്നുള്ള ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് ശ്രീ നസീറിന്റെ വാക്കുകൾ കൂടി വ്യക്തമാകുന്നത്. മഹാഭൂരിപക്ഷം പ്രേക്ഷകരും പ്രതികരിച്ചത് വോട്ട് ബാങ്കിൽ ഭയന്നുകൊണ്ട് ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മാറാറുണ്ട് എന്ന തരത്തിൽ തന്നെയാണ്. ഇത് അന്ധമായ തരത്തിൽ അല്ലെങ്കിൽ വേറെ സ്വന്തം പാർട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടിയും അല്ലാതെയും ഒക്കെ വിവിധ തരത്തിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ അഭിപ്രായം പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യമുള്ളപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്കിലും സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ, കുറെ കൂടി സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള ജാഗ്രതയും ഒക്കെ കാണിച്ചാൽ കുറെ കൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.